You are the shimmer of untold dreams, the glitter of innumerable stars, the wave unbroken by the shore, the key and the melodious note, the soft laughter of the jewels, the brilliance of the treasure trove. You are the gem that knows its own radiance. Antara Celebration Diamonds from Kalyan Jewelers. ഹിറ്റും ഫ്ലോപ്പും അഭിനയത്തിന്റെ കാര്യത്തിലൊക്കെ വരും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന ഓരോ സിനിമയും വിജയങ്ങളായിരുന്നു. കോൺഫിഡൻസിന്റെ ഒരു തീ അതെങ്ങനെ ഉണ്ടായതാണ്? അതെവിടെ ഉണ്ടാക്കിയെടുത്താണ്? അത് ചിലപ്പോൾ കളിയാക്കലി തന്നെ ഉണ്ടായതായിരിക്കും, ആശയിന്നായിരിക്കും. നമ്മൾ നിൽക്കുന്നു, ഒരുമിച്ച് നിൽക്കുന്നു കൂട്ടുകാർ, ഞാനിങ്ങനെ മുറകോട്ട് പോകുമ്പോൾ അവരെല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കണം, ഞാൻ കാണൂലേ, കാണുമ്പോൾ എനിക്കപ്പോൾ വിഷമം തോന്നും. ആദ്യ സമയത്ത് സ്കിറ്റിൽ പോലും നമ്മളെ കയറ്റാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അന്നെന്ന് പറഞ്ഞാൽ അയ്യോ അത് വയത്തല്ല, അയാളെങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ചിന്ത. പിന്നെ അതിലെ ഏറ്റവും വൈറലായ സാധനമായിരുന്നു ലാലേട്ടനെ കൊണ്ടൊന്ന് ഒരു കൊച്ചി, ലാലേട്ടൻ ഒന്ന് മീശ വിരിക്കുന്ന പറഞ്ഞാൽ ആ കൊച്ചിനെ കൊണ്ട് ചോദിപ്പിച്ച വരെ സ്ക്രിപ്റ്റാ. എന്നെ മറ്റേ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് വിമർശിച്ചല്ലോ ഒരു അശ്വന്ത് എന്നെ ഭയങ്കരമായിട്ട് വിമർശിച്ചു. അന്ന് ഞാൻ തളർന്നു പോയി. ഒരു 2-3 ഷോട്ട് കഴിഞ്ഞപ്പോഴേക്കും ഫഹദ് വാസിൽ തന്നെയാണ് വന്ന് പറയുന്നത്, ടൈമിങ് അങ്ങനെ സാധനം പറഞ്ഞു. അപ്പോഴും നമുക്ക് ശ്വാസം വീഴണം. എന്റെ നല്ല എന്ന് പറയുന്ന ആദ്യത്തെ അടപ്പുള്ളിയാ. മോശം സമയം എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും നല്ല സമയം. കാരണം നമ്മുടെ കൂടെ ആരുണ്ടെന്നും നമ്മുടെ കൂട്ടുകാരൊക്കെയാണെന്നും നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് തിരിച്ചറിവ് തന്നെ സമയമുള്ളൂ. ബിബിൻ ജോർജ് ആണ് ക്യൂ സ്റ്റുഡിയോയിൽ. ബിബിനിപ്പോൾ നടൻ എന്നുള്ള രീതിയിലേക്ക് ചുരുക്കാവുന്നതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടൻ എന്നുള്ളതിനപ്പുറത്ത് തിരക്കഥാകൃത്താണ്. അപ്പോൾ മലയാളത്തിലെ തന്നെ റെക്കോർഡ് നമ്പറിട്ട ടെലിവൈസ്ഡ് പ്രോഗ്രാമുകളുടെ അണിയറയിലുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന സ്റ്റുഡിയോയുടെ തൊട്ടടുത്ത് കളിച്ചു വളർന്ന ആളാണ്. നിലമ്പതിഞ്ഞ മുകളും കാക്കനാടൊക്കെ. അങ്ങനെ ശരിക്കും സിനിമാ സ്വപ്നം തുടങ്ങുന്നത് പല വീടുകളിലായി മാറി താമസിച്ചിട്ടുണ്ടായിരുന്നു, വാടക വീടുകളിലുള്ള ഒരു പ്രയാണം ഉണ്ടായിരുന്നു. എന്നാലും കാക്കനാടാണോ സിനിമയുടെ ഒരു തുടക്കവും ആഗ്രഹവും സ്വപ്നമൊക്കെ തുടങ്ങുന്നത്? ആണ് കാക്കനാട് ജിനി തിയേറ്ററിൽ അമ്മുമ്മ ബാറായ തിയേറ്ററിൽ ഇപ്പൊ ബാറ. അമ്മുമ്മ ഭയങ്കര സിനിമാ പ്രേമിയായിരുന്നു. അപ്പൊ അമ്മുമ്മയുടെ കൂടെയാണ് പടങ്ങള് കാണാൻ വേണ്ടി പോയിരുന്നത്. അന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും വിഷ്ണു ലോകവും വാത്സല്യവും ഒക്കെയാണ് ഞാൻ അവിടെ ഫസ്റ്റ് കണ്ട സിനിമകളുടെ ഓർമ്മയിൽ വരുമ്പോ അതാണ് വരല്. അപ്പൊ ഒരു നല്ല ഇറക്കമുള്ള തിയേറ്ററാ, നന്നായിട്ടൊരു ഇറക്കമുണ്ട്. ആ ഇറക്കത്താണ് ഈ തിയേറ്റർ. അപ്പൊ ആവേശത്തോടുകൂടി അങ്ങോട്ട് പോകും. പടം കണ്ടു കഴിയുമ്പോ ആവേശം തീരുമല്ലോ. പിന്നെ അവിടെ നിന്ന് തന്നെയാണ് ചേട്ടാ പരിപാടികളും നമ്മുടെ ഉള്ളിലേക്ക് ഇത് ഓക്കെ ഇതാണ് നിനക്ക് അഭിനയ പരിപാടി തന്നെയാണ് അന്ന് ചിന്ത വന്നത്. കാരണം ഞാൻ അന്ന് നടനാവണമെന്ന് ചിന്തിക്കുമ്പോ എനിക്ക് എന്റെ കാര്യങ്ങളൊന്നും വ്യക്തമല്ല. കുഞ്ഞുങ്ങളാണല്ലോ, നമ്മൾ വളർന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞാണല്ലോ നമ്മുടെ പരിമിതികളെ പറ്റിയൊക്കെ നമ്മൾ അറിയുന്നത്. സത്യമായിട്ട് നമുക്കതൊരു നമ്മളുടെ രൂപത്തിൽ പോലും എനിക്കതങ്ങനെ കുറച്ച് നാള് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ പിന്നീട് നമുക്ക് ഈ സിനിമ ഉള്ളിലേക്ക് കയറി കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇങ്ങനെ മനസ്സിലായി ഇത് ഇത്തിരി ടാസ്ക് പിടിച്ച പരിപാടിയാണെന്നുള്ളത്. ബിബിന് വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇപ്പം സിനിമ ആഗ്രഹിച്ചു പറയുമ്പോൾ ശരിക്കും വീട്ടിലൊരു നടനുണ്ട്, അപ്പൂപ്പൻ. അന്ന് ഇവിടെ കത്തി നിൽക്കുന്ന ഒരു ചവിട്ട് നാടകം കലാകാരനാണ്. നമുക്ക് ഈ കൊച്ചിയുടെ പശ്ചാത്തലമുള്ളവർക്കെല്ലാം അറിയാം. ചവിട്ട് നാടകം എന്ന് പറയുന്നത് ഭയങ്കര ഗംഭീരമായി നടക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. പിന്നെ അത് ഒരു ഭയങ്കര സാഹസികതയുള്ള ഭയങ്കര അത്രയും റിസ്കി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണല്ലോ. ഏതെങ്കിലും തരത്തിൽ അപ്പൂപ്പന്റെ പെർഫോമൻസ് സ്വാധീനിച്ചിട്ടുണ്ടല്ലോ? അപ്പൂപ്പൻ അങ്ങനെ ഒരു അത്രയേറെ വാത്സല്യം ചൊരിഞ്ഞ ഒരാളായിരുന്നു. അപ്പൂപ്പൻ നല്ല പാടുമായിരുന്നു, അപ്പനും പാടുമായിരുന്നു. അപ്പൂപ്പൻ ഈ ചവിട്ട് നാടകത്തിന്റെ അടിച്ചു ചെയ്യുമ്പോ പുള്ളി നല്ല അടിയായിരുന്നു. അടി എന്ന് പറഞ്ഞ പുള്ളിയുടെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കാക്കനാടുന്ന് ഷാപ്പിൽ നിന്ന് സംഭവം അടിച്ചിട്ട് പുള്ളി വീട് വരെ നിലമ്പഞ്ഞോള് വരെ വന്നുവല്ലോ. അപ്പൊ എനിക്കും
എന്റെ ചേച്ചിമാർക്കൊക്കെ കുറെ സാധനങ്ങളൊക്കെ പലഹാരം. പലഹാരങ്ങൾ മേടിച്ചിട്ടാ തന്നെ. പക്ഷെ ഈ അടിച്ചു വന്ന വഴിക്ക് എല്ലായിടത്തും കൊടുത്ത് വീട്ടിലെത്തുമ്പോ പൊതിയിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു അപ്പൂപ്പനാ. അപ്പൊ ആ സമയത്ത് എല്ലാ കൊച്ചുമക്കൾക്കും അങ്ങ് വിതരണം ചെയ്യും അല്ലേ? അങ്ങോട്ട് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അപ്പൊ ആ അപ്പൂപ്പന്റെ പാട്ട് തമിഴാണ് ഈ ചവിട്ടുനാടകത്തിൽ കൂടുതൽ. എന്തോ നീ തിരഞ്ഞു വന്ന് അങ്ങനെ എന്തോ ഒരു സാധനമൊക്കെ ഒരു തമിഴ് ചൊവ്വയില് പുള്ളി പാടി ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ എന്റെ അപ്പം പാടൂന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടല്ലാണ്ടില്ലേ, അപ്പനോട് ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് ഒന്ന് പാടി കേൾപ്പിക്കാൻ. ഇതുവരെ അപ്പം മരിച്ചുപോയി. അപ്പം മരിക്കണവരെ ഞാൻ അപ്പന്റെ പാട്ട് കേട്ടിട്ടില്ല. എന്നാൽ അവിടെയുള്ള നാട്ടുകാര് യുവതാര എന്ന് പറഞ്ഞിട്ട് ക്ലബ് ഉണ്ട്, അപ്പനൊക്കെ കൂടി ഉണ്ടാക്കിയതാ. ആ ക്ലബിലുള്ളവര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം പാടുന്നു, ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ആ ചവിട്ട് നാടകത്തിന്റെ ഒരു താളവും പാട്ടും ഒക്കെ അപ്പൂപ്പനിന്ന് കിട്ടിയിട്ടുണ്ടാവണം എന്നുള്ളതാണ്. എന്നെ സ്വാധീനിച്ചിട്ടുണ്ടോന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ ആ ഋതം അതായത് താളം എന്ന് പറയില്ല, നമ്മളൊരു താളം ഉണ്ടാക്കുന്നതിൽ ചിലപ്പോൾ അവർക്കൊരു സംഭാവന അതുണ്ടാവും, അതുണ്ടായിട്ടുണ്ടാവും. അപ്പൂപ്പനോട് അതും അമ്മൂമ്മ കാണിക്കുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ അമ്മൂമ്മയ്ക്കൊപ്പം കൈപിടിച്ചു കൊണ്ട് നടന്ന ഈ കാക്കനാട് നമ്മൾ ഈ ഇപ്പൊ ഇരിക്കുന്നതിന്റെ ചുറ്റുവട്ടത്തുള്ള വഴികളിലൂടെ നടന്നിരുന്ന ഒരു കുട്ടിയാണ് ഇന്ന് ഈ ഇത്രയേറെ സിനിമകൾ ചെയ്തിട്ട് റൈറ്ററായിട്ടും ആക്ടറായിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ സംസാരിച്ചു തുടങ്ങുന്നത്. ഒരു കാര്യമുള്ളത് ഇപ്പം ഈ ബിബിൻ പറഞ്ഞ പല അഭിമുഖങ്ങളിലായി പറഞ്ഞ കാര്യത്തിലായിരുന്നു പാടാനുള്ള അതേ ആഗ്രഹമാണ്, അഭിനയിക്കാനും പാടാനും ഒരേ തരം ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ അതിലൊരു വഴിയിലേക്കാണല്ലോ തെരഞ്ഞെടുത്തത്, റൈറ്റർ ആവുന്നു, അതുപോലും അഭിനയം എന്നുള്ള ആഗ്രഹത്തിനൊപ്പം ആണ് റൈറ്റർ ആയിട്ടുള്ള ഇത് വരുന്നത്. ഈ പറഞ്ഞ ഈ പാട്ടിനോടും പെർഫോമൻസിനോടും ശരിക്കും ഈ സിനിമ കണ്ട ആഗ്രഹം കൂടും, പക്ഷെ ഈ പാട്ടിനോടുള്ള ആഗ്രഹം എങ്ങനെ വന്നതാ? പാട്ടിനോടുള്ള ആഗ്രഹം എന്ന് വെച്ചാല് നമ്മള് ചെറുപ്പത്തിൽ നമ്മള് എല്ലാരും കൂടി ഒരു കല്യാണ വീടിന്റെ ഒക്കെ തലേ ദിവസത്തെ മെയിൻ അട്രാക്ഷൻ ആക്കുമല്ലോ ഈ കൊട്ടിപ്പാടുന്ന. എനിക്കിപ്പോഴും ബെഞ്ച് കിട്ടിയാൽ ഞാൻ കൊട്ടിപ്പാടും, കൊട്ടിയിട്ട്. അപ്പൊ എപ്പോഴും കല്യാണ വീട്ടിലൊക്കെ ആലോചിക്കുമ്പോ പയ്യന് നിന്നിട്ട് ഇങ്ങനെ കൊട്ടിയിട്ട് പാടുകയാണ്. അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ എന്നുള്ള സാധനം അത് ഭയങ്കര കിക്കായിരുന്നു. അങ്ങനെയാണ് പാടി തുടങ്ങുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ പാട്ട് ഇത്തിരി പാരയായി തുടങ്ങി നമുക്ക്. അതേ നോട്ടം തന്നെ ഭയങ്കര സിമ്പതിയുടെ നോട്ടമൊക്കെ ആയി. അങ്ങനെയാണ് ഞാനത് പതുക്കെ പാട്ട് ചവിട്ടുന്നത്. അവസാനിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലും പാടുമായിരിക്കും. കോളേജിൽ മഹാരാഷ്ട്രയിൽ ഞാൻ സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടിയിട്ടില്ല, മനസ്സിലായോ? മിമിക്രി ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടില്ല, പാട്ട് പാടിയിട്ടില്ല. ഈ മിമിക്രി ശരിക്കും വെച്ചാൽ മിമിക്രി എന്ന് പറയുമ്പോൾ മലയാള സിനിമയിലേക്കുള്ള മിമിക്രിയിൽ നിന്നുള്ള ഏറ്റവും നല്ല പെർഫോമൻസിന് സംഭാവന ചെയ്തത് കലാഭവനിൽ തന്നെയാണ് എത്തുന്നത്. ഈ പറയുന്ന ഈ അപ്പോഴൊരു പ്ലാൻ ഉണ്ടല്ലോ, ഞാൻ പറയുന്നത് ഒരു അതിസാധാരണക്കാരനായ ഒരു കൂലിവേല ചെയ്യുന്ന സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരാൾ കൃത്യമായ റൂട്ടും പ്ലാനും ബിബിന് തന്നെ ഉണ്ടായിട്ടുണ്ട്. കലാഭവനിൽ പോകണം, അല്ലെ മഹാരാജാസിലേക്കുള്ള വഴി. കാരണം വെച്ച് കഴിഞ്ഞാൽ അഭിനയവുമായി ബന്ധപ്പെട്ട് മുൻഗാമികൾ തെരഞ്ഞെടുത്ത് അതേ വഴി ഓപ്റ്റ് ചെയ്യുന്നു എന്നുള്ളടത്ത് കൃത്യമായ ഒരു പ്ലാനിലൂടെ പോയ ആളാണല്ലോ. ആ ഒരു പ്ലാനൊക്കെ എപ്പോ തുടങ്ങിയതാ? പ്ലാൻ കേട്ടാ 6ാം ക്ലാസ്സിലാണ് മിമിക്രിയിലേക്ക് നേരെ ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ അഭിനയ പരിപാടി മനസ്സിൽ പ്ലാൻ ഇട്ടതിന് ശേഷം എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് പറയാ, നമ്മൾ വിചാരിക്കുന്ന ഒരു എളുപ്പ പരിപാടിയല്ല സിനിമ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ കാരണം മറ്റുള്ളവര് നമ്മളത് അറിയിച്ചും തരുന്നുണ്ട്, പറ്റില്ല എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമല്ലോ. ഞാൻ പറഞ്ഞു വേണ്ടിട്ടോ അതിങ്ങനെ കേട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് അപ്പൊ പിന്നെ എന്റെ ഉള്ളിലായി ഏത് നടൻ എന്നുള്ളത് ഉള്ളിൽ മാത്രമായി. ഈവൻ ഞാനിപ്പോ ഇത് പറയല്ല, വിഷ്ണു പോലും ഞാൻ റൈറ്ററായി ചാനലുകളിൽ എഴുതി കുറെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ വിഷ്ണു ഒരു തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു പടം എഴുതിയിട്ട് ഞാൻ ഹീറോ എന്നവൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പൊ അന്ന് ഞാൻ അവനോട് ഭയങ്കരമായിട്ട് ചൂടായെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ എഴുത്തുണ്ട്, പക്ഷെ എന്റെ ഉള്ളിൽ ആഗ്രഹം ഇങ്ങനെ തിളച്ച് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ചൂടായെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിനക്കൊക്കെ മാത്രം ഒഴിച്ചാടോ എനിക്കും അന്ന്. അത് ഞാൻ എനിക്ക് തോന്നുന്നു ഡിഗ്രി അല്ല മറ്റേ BEd പഠിക്കുന്ന സമയത്താണ്. അപ്പോഴാണ് അവൻ പോലും നിനക്കിപ്പോഴും അതിന് അങ്ങനെ ഇത് ഉണ്ടല്ലേ എന്ന് അവന് തോന്നുന്നത്. ഞാൻ അഭിനയിക്കുമെന്നും ഇതൊക്കെ അറിയാം, പക്ഷെ എന്നാലും ഇത് സിനിമ ഇത്തിരി ടാസ്ക് തന്നെയാണല്ലോ കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് അഭിനയിച്ചും എന്നെ കാണാൻ പറ്റുന്നുണ്ട്. മിനിമം ഇപ്പൊ ചേട്ടൻ ഇപ്പൊ കഴിഞ്ഞ പാട്ട് കണ്ടെന്ന് പറഞ്ഞ പോലെ അപ്പൊ കാണുന്നുണ്ട്. മറ്റേത് ചിന്തിച്ചും കൂടി പറ്റൂല ചേട്ടാ ഇങ്ങനത്തെ ഒരാള് ഇതില് നോക്കുക. അപ്പൊ ആ സമയത്ത് എന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും നമ്മള് ഇതിൽ കയറണം, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അത് തെരഞ്ഞെടുത്ത മിമിക്രിയിലേക്ക് തിരഞ്ഞെടുത്തു. മിമിക്രി വഴി കലാഭവനിൽ ചേട്ടൻ പറഞ്ഞ റൂട്ട് കറക്റ്റാ. കലാഭവനിലൂടെ കുറെ പേര് കയറിയിട്ടുണ്ട്. ആദ്യം കലാഭവനിൽ ചേരുക,
കലാഭവനില് സ്റ്റേജിൽ കളിക്കുക, അപ്പൊ കലാഭവൻ ബിബിനാവും, പിന്നെ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു അധികം ഞാൻ ആരോടും പറയാത്തൊരു വലിയൊരു കാര്യം ചേട്ടൻ പറഞ്ഞപ്പോ ഇങ്ങനെ ഓർമ്മ വന്നാണ്. കലാഭവനിൽ ചേർന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ വന്നു. അസോസിയേറ്റ് ഡയറക്ടർ വന്നിട്ട് എന്നെ സ്കിറ്റ് കണ്ടിട്ട് സ്കിറ്റ് തിരഞ്ഞെടുത്തു. സ്കിറ്റിൽ എൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് ആരുടെ പടത്തിലാണെന്നറിയാമോ? ലോഹിത് സാറിന്. ലോഹിത് സാറിനെ ഞാൻ ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ ഹോട്ടലിൽ പോയിട്ട് പാലക്കാട് പോയി കണ്ടു. എന്നോട് 2-2.5 മണിക്കൂർ സംസാരിച്ചു. കലാഭവനിലുള്ളപ്പോ, അതായത് ഞാൻ +1 പഠിക്കുമ്പോ. അപ്പൊ കലാഭവനിൽ ഞാൻ പഠിക്കാനുള്ള പോയത്. അപ്പൊ സംസാരിച്ചപ്പോ പക്ഷെ എന്റെ സൈസ് ഞാൻ ഭയങ്കര +1 എന്ന് പറയുമ്പോ അറിയാലോ, പടം ഏതായിരുന്നു പറയുമ്പോ ചക്രം. ആ സംഭവമാണ് വിജീഷ് വിജീഷേട്ടൻ ചെയ്തത്. അന്ന് തന്നെ പുള്ളി പറഞ്ഞായിരുന്നു കേട്ടോ, എനിക്ക് കിട്ടിയില്ല എന്നുള്ള പുള്ളി അന്ന് തന്നെ ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോ പറഞ്ഞായിരുന്നു. പക്ഷെ അതൊക്കെ കലാഭവൻ വഴിയാണ് പെട്ടെന്ന് ഓർത്തപ്പോഴേ ഇതധികം ഞാൻ അതിങ്ങനെ പറഞ്ഞ്. അല്ല ബിബിന് വേറൊരു കാര്യം ഉണ്ടല്ലോ, ഇപ്പം ഞാൻ പറഞ്ഞത് ബിബിൻ എന്റെ മുന്നിലിരിക്കുന്ന സമയത്ത് ഒരു നിശ്ചയദാർഢ്യം കൊണ്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഒരു എഴുതിയ സ്ക്രിപ്റ്റില് അതിന്റെ ഒരു സക്സസ് റേറ്റ് ഉണ്ട്. ഇപ്പൊ അമർ അക്ബർ അന്തോണി പോലെ നമ്മള് ഒരു കാലത്തെ സിദ്ദിഖ് ലാൽ സിനിമയായിട്ട് കമ്പയർ ചെയ്ത് അതിന്റെ വിഷ്വൽ ഹ്യൂമർ, അസാധ്യ വിഷ്വൽ ഹ്യൂമർ, അതായത് ഈ ലിഫ്റ്റിൽ നിന്ന് നമ്മുടെ കലിംഗ ശശിയുടെ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യുന്ന അടക്കം അന്നത്തെ കാലത്തിന് പറ്റിയ ഹ്യൂമർ ആയിരുന്നു. ഓൾറെഡി ഉപയോഗിച്ച ഹ്യൂമർ അല്ല, നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഓക്കെ ലിഫ്റ്റ് കിട്ടിയാൽ എങ്ങനെ ഈ ക്യാരക്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജയസൂര്യയുടെ ക്യാരക്ടർ ഉപയോഗിക്കുന്നത്, ഇവരുടെ ഭക്ഷണം കഴിക്കാം, അതായത് അവിടെ എങ്ങനെ ഒരു സിറ്റുവേഷൻ വിഷ്വൽ ഹ്യൂമർ ഉണ്ടാക്കാം സിനിമയ്ക്ക് പറ്റി എഴുതുകയാണ്. അല്ലെങ്കിൽ മുമ്പ് ഉണ്ടാക്കിയ ഒരു സാധനത്തിന്റെ ഒരു പൾപ്പ് ഉണ്ടാക്കുകയല്ല ചെയ്തത്. അങ്ങനെ ഒരു സാധനം അവിടെ പ്രൂവൺ ചെയ്യുന്നു. കട്ടപ്പന ഋതിക് റോഷൻ പോലത്തെ ഒരു സിനിമയിൽ ഒരു നോൺ സ്റ്റാറർ സിനിമ കൊണ്ട് തിയേറ്ററിൽ ആളെ നിറയ്ക്കാം എന്ന് പ്രൂവൺ ചെയ്യുന്നു. അങ്ങനെ ഒരു സംഗതി റൈറ്റിംഗിൽ ചെയ്യുന്നു. ഇപ്പൊ ബഡായി ബംഗ്ലാവ് പോലെയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇത് മറ്റേ ഇവര് ഇരട്ടകളായിട്ട് രസികരാജ, നിങ്ങൾ അങ്ങനെ കോമഡി കസിൻസ് പോലെ ടെലിവൈസ്ഡ് ഷോയിൽ നിങ്ങൾക്ക് എണ്ണം പറഞ്ഞൊരു ഷോസ്, നിങ്ങൾ ഒരു 100+ ഷോസ് ഉണ്ടാക്കുന്നു. സീരിയൽ പോലെയല്ലോ, നിങ്ങൾ റിപ്പീറ്റ് വാല്യൂ ചിരിയിൽ ഉണ്ടാക്കുന്ന ഒരു സംഗതി അവിടെ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് ആക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അവിടെയും ഈ പറഞ്ഞ ഇപ്പം ഹിറ്റും ഫ്ലോപ്പും ഉണ്ടാവും, എന്നാൽ പോലും പ്രൂവൺ ചെയ്തൊരു ആക്ടേഴ്സ് ആയിട്ട് അവിടെ പോകുന്നു. ഞാൻ പറഞ്ഞൊരു ഇതേ ബിബിൻ തന്നെയാണ് അക്കാഡമിക്കായിട്ട് ഈ പറയുന്ന പ്രോപ്പറായിട്ട് MA-യും MPhil-ഉം കഴിഞ്ഞിട്ട് പാരലലി പോകാൻ നോക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഈ തിയേറ്ററിൽ നിന്ന് തിരിച്ചു നടത്തം എന്നുള്ളത് ഭയങ്കര പാടാണ് എന്നെ സംബന്ധിച്ചോളം ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് പാട്ട് പാടുന്ന ഒരു കൊച്ചുകുട്ടി അടുത്ത ദിവസം അതൊരു കളിയാക്കലിലേക്ക് പോകുമെന്ന് കരുതിയിട്ട് ഭയങ്കരമായിട്ട് തളർന്നു പോകുന്ന ഘട്ടത്തിൽ ഈ ഒരു ഈ കോൺഫിഡൻസിന്റെ ഒരു തീ അതെങ്ങനെ ഉണ്ടായതാണ്, അതെവിടെ ഉണ്ടാക്കിയെടുത്തതാണ്? അത് ചിലപ്പോൾ കളിയാക്കലി തന്നെ ഉണ്ടായതായിരിക്കും, മാഷിന്നായിരിക്കും. എല്ലാവരും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കണത്. എനിക്ക് മാത്രമല്ല, അത് എപ്പോഴെങ്കിലും നമ്മൾ കുറെ കേട്ടതിൻ്റെയും എനിക്ക് അപ്പം അന്ന് നമ്മൾ അവിടെ തീരുമാനിക്കുമല്ലോ ഏട്ടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോ ലാസ്റ്റ് വിളിച്ചെടുക്കുന്ന ആളാണ്. ആരും ഇല്ലെങ്കിൽ അവനെ അങ്ങനെ ഉണ്ടല്ലോ, അവസാനം വിളിച്ചെടുക്കലുണ്ടല്ലോ, ഇവനെ ഞാൻ വിളിച്ച് ലാസ്റ്റ് ആർക്കും വേണ്ടാവും ഒരാൾ, അത് മറ്റേ ടീം വിളി ഇല്ലാത്തവർക്ക് കിട്ടണ. അപ്പൊ അന്നൊക്കെ അതുപോലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ എന്നെങ്കിലും ഇവരുടെയൊക്കെ മുമ്പില് ഈ പറഞ്ഞ ഫസ്റ്റ് വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം എന്നുള്ളത്, ഒന്നാം പേരുകാരനായിട്ട് വരണം എന്നുള്ളത്, അത് വലിയ ഇതായിരുന്നു. ചേട്ടൻ പറഞ്ഞ പോലെ ഹിറ്റും ഫ്ലോപ്പും അഭിനയത്തിന്റെ കാര്യത്തിലൊക്കെ വരും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന ഓരോ സിനിമയും വിജയങ്ങളായിരുന്നു. അത് എനിക്ക് മാത്രം സന്തോഷിക്കാവുന്ന ഒരു കോണുണ്ട്, അതിനൊരു ഏരിയ ഉണ്ട് എൻ്റെ ഉള്ളില്. ആലോചിക്കുമ്പോ അങ്ങനെ തന്നെയാണ്. ഞാന് പക്രുച്ചേട്ടനെ ഞാൻ ഭയങ്കര വലിയൊരു ഇതായിട്ട് എൻ്റെ ഉള്ളിൽ കണ്ടത്. ചേട്ടാ, ഈ പക്രുച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നുമില്ല, എനിക്കറിയാം പക്രുച്ചേട്ടൻ്റെ കാര്യങ്ങള്. ആ മനുഷ്യൻ അത്രയും നിന്നിട്ട് ഒരു പോരാടലുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഭയങ്കര കാര്യങ്ങളാ. അപ്പൊ ഇത് പക്രുച്ചേട്ടൻ ഇതുപോലെ തന്നെ ഓരോ സിനിമകളും ഓരോ വിജയങ്ങൾ തന്നെയാണ് പക്രുച്ചേട്ടന്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നത് തീരുമാനിച്ചിട്ട് ഇത് നടപടി ആവുക എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ടല്ലോ ഏട്ടാ. തീരുമാനിച്ചാൽ മാത്രം പോരല്ലോ, വാശി. ആ നടപടിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന എന്താ അതിനെ പറയുന്ന ടൂൾസ് ഇല്ലേ, ബ്രിഡ്ജ്, അതായിരുന്നു ആക്ച്വലി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സത്യത്തിൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം എന്റെ കയ്യിൽ അങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. കലാപുല്ലി പോകുന്നു, എല്ലാ ആഴ്ചയും സ്കിറ്റ് കളിക്കുന്നു. സ്കിറ്റ് കളിച്ചപ്പോ സാറ് പഠിപ്പിച്ച തന്നെ സാധനം, മധു എന്ന് പറഞ്ഞ സാറാണ് പഠിപ്പിച്ച തന്നെ സാധനങ്ങൾ എല്ലാ പിള്ളേരും ഒരേപോലെ ചെയ്യുന്നു, ഞങ്ങളും ചെയ്യുന്നു. അപ്പൊ അവിടെ ചിന്ത പോവാണ്.
അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലും ഒന്ന് മാറ്റി ചെയ്തില്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കണ്ടേ, അവിടെ ട്രൂപ്പിൽ കയറണ്ടേ, അങ്ങനെയാണ് എന്റെ ചിന്തകള്. ട്രൂപ്പിൽ കയറണ്ടേ എന്നുള്ള. അവിടെ ആദ്യ സമയത്ത് സ്കിറ്റിൽ പോലും നമ്മളെ കയറ്റാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, മനസ്സിലായോ? ഞാൻ അവിടെ ആദ്യം സ്റ്റാർ മാത്രം അനുകരിച്ച് കുറെ ആഴ്ചകൾ ഇരുന്നിട്ടുണ്ട്. സ്കിറ്റ് കയറ്റാൻ അവര് അതാ ഞാൻ പറഞ്ഞ. അപ്പൊ ആ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഇപ്പൊ എന്തോരം മാറിയാലോ. ഞാൻ മാറിയെന്നല്ല, ആളുകളുടെ കാഴ്ചപ്പാട് മാറി. അന്നെന്ന് പറഞ്ഞാൽ അയ്യോ അത് വയത്തല്ല, അയാളെങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ചിന്ത. അപ്പൊ അവിടെ വെച്ച് തീരുമാനിച്ച് ഒന്ന് മാറ്റി ചിന്തിച്ചു നോക്കാം, ഒരു സ്കിറ്റ് വേറെ ചെയ്തു നോക്കാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എന്റെ കൂടെ ഇവനുണ്ട് എന്റെ കൂടെ, കലാപോലുള്ള കൂട്ടുകാരനെ ഇവൻ. അപ്പൊ ഇവൻ, രവി, ഷിജൻ, മാഹി, അഴകൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ പറയാണ് എങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് കൊണ്ട് പറയൂല കേട്ടോ റാൻഡംലി അത് കളിച്ചിട്ട് അവിടെ ഏക്കാണ്. അവിടെ ചിരിയും കയ്യടിയും കിട്ടിയത്. പിന്നെ എല്ലാ ആഴ്ചയും ഉണ്ടാക്കുന്നു. അപ്പോഴാണ് നമുക്ക് തിരിച്ചറിയുന്നത് ഇങ്ങനെ പെട്ടെന്ന് കോമഡി പറയാനുള്ള ഒരു സെൻസ് ഉണ്ട്, അതിനി പേപ്പറിൽ എങ്ങനെ ആക്കാമെന്നായി. ആ പേപ്പറിലാക്കി മധുസാറിനോട് ചോദിച്ച് അദ്ദേഹം 2 സൈഡ് ഇങ്ങനെ പറഞ്ഞു തന്നു. ലെഫ്റ്റ് സൈഡ് സിറ്റുവേഷൻ, റൈറ്റ് സൈഡ് ഡയലോഗ്, അമ്മേ ദൈവമേ ജോർജ് ഉണ്ണിയാളെയൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ അത് സ്കിറ്റാക്കിയിട്ട് ഞാൻ ഏഷ്യാനെറ്റില് അന്ന് അന്യൻ ഹിറ്റാ. ആ സമയത്ത് ഡയാന ചേച്ചിയുടെ അടുത്തൊരു സ്ക്രിപ്റ്റ് കൊണ്ടേ കൊടുക്കുക. അന്ന് മറ്റേ കേരളി സാറ് ഭരണത്തിൽ നിന്ന് മാറ്റിയില്ല, എല്ലാവരും പറഞ്ഞിട്ട് മാറി. അപ്പൊ പുള്ളിയുടെ നയം മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പുള്ളി പാവം അമ്പി, അത് കഴിഞ്ഞ് നയം മാറ്റം കഴിഞ്ഞപ്പോ റെമോ. പുള്ളിനെ പിടിച്ച് എല്ലാരും കൂടി പുറത്താക്കിയില്ലേ, പുറത്താക്കി കഴിഞ്ഞപ്പോ പുള്ളി അന്യനായിട്ട് തിരിച്ചു വന്നതാ. അതായിരുന്നു ആ തീം. സിനിമയില് ഞാൻ വായിച്ചേയുള്ളൂ, എടുത്തില്ല. പക്ഷെ അതിലാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ ടിവിയിൽ എന്റെ മുഖം കാണുന്നത്. സിനിമയിലല്ല, ഒരു 7-8 എപ്പിസോഡ് ഈ പറഞ്ഞ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലെ തന്നെ എല്ലായിടത്തും കൈയടിക്കാനും പെട്ടി നോക്കാനൊക്കെ ആയിട്ട് ഞാൻ നിന്നിട്ടുണ്ട്. അങ്ങനെയാണ് അതില് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ദൈവാനുഗ്രഹിച്ചിട്ട് പിന്നെ ചേച്ചി ഡയറക്ട് ചെയ്ത ബഡായി അതും 140 എപ്പിസോഡ് 136. അത് കേട്ടോ ഭയങ്കര വലിയ കാര്യമായിട്ട് ഇപ്പൊ ട്രോളൊക്കെ വന്നെ. എനിക്ക് ചിരി വന്നിട്ട് പറയില്ല. നമ്മുടെ സുനീഷേട്ടനില്ലേ, സുനീഷേട്ടനുണ്ട്, മധുസാറുണ്ട്, എന്നെ പഠിപ്പിച്ച മധുസാറും ഉണ്ട്. അപ്പൊ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് അത് എനിക്ക് തോന്നുന്നു നോൺ ലീനിയർ, അവിടെ നിന്ന് ഇവരെല്ലാരും സ്പോട്ടില്. അത് ശരിക്കും സ്ക്രിപ്റ്റഡ് ആണ്. 95% ആളുകൾ അതൊരു ടെലിവിഷൻ ഇന്റർവ്യൂ പോലെയാണ് കരുതിയിരുന്നത്. സ്ക്രിപ്റ്റഡ് ആണെന്ന് കരുതാത്ത ഒത്തിരി പേരുണ്ടായിരുന്നു. അതേട്ടാ 95%. രമേശ് ഏട്ടന്റെ ഓൺ കഥകൾ പറയും, അത് നമ്മുടെ സ്ക്രിപ്റ്റ് അല്ല. മുകേഷ് ഏട്ടന്റെ അനുഭവങ്ങളിലൂടെ കഥ പറയണതും സ്ക്രിപ്റ്റ് അല്ല. പക്ഷെ അതിൽ ഓരോരുത്തരുടെ എൻട്രികള്, ആര്യ, മനോജിനസ്, അമ്മായി, ധർമ്മജൻ, ഈ ക്യാരക്ടേഴ്സും ഫണ്ണൊക്കെ വെക്കുന്ന സാധനം എഴുതി ഉണ്ടാക്കുന്നു. എന്തിനാ അതില് ഏറ്റവും വൈറലായ സാധനമായിരുന്നു ലാലേട്ടനെ കൊണ്ടൊന്ന് ഒരു കൊച്ചി ലാലേട്ടൻ ഒന്ന് മീശ വിരിക്കുന്നു പറയാൻ. അതുവരെ സമയത്താണ് അല്ലേ ദൃശ്യത്തിന്റെ സമയത്ത് ദൃശ്യമാണ്. അത് അതിന്റെ ആ കൊച്ചിനെ കൊണ്ട് ചോദിപ്പിച്ച വരെ സ്ക്രിപ്റ്റാ. നിങ്ങൾ അത് പ്രീ പ്ലാൻ ചെയ്തു? കാരണം ദൃശ്യം മീശ വിരിക്കാത്ത സിനിമയാണ്. പക്ഷേ ആ സമയത്ത് മോഹൻലാലിന്റെ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരുന്നല്ലോ. അതില് വേറൊരു എന്റെ ഒരു പേഴ്സണൽ സാധനം ഞാൻ ചെയ്യിപ്പിച്ചു. അത് നമുക്ക് ഇവരോടുള്ള ആരാധന മൂത്തിട്ട് എന്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമായിരുന്നു വന്ദനത്തിലെ മറ്റേ സാധനമില്ലേ, നീലാകാശത്തിലെ നീലപ്പൊയ്കയിൽ അരയന്നത്തെ പോലെ നീ കണ്ടോ തന്നെ തന്നെ. ആ സാധനം ഓൾറെഡി പേപ്പറിലാക്കി ഞാൻ എഴുതി കൈ വെച്ചായിരുന്നു, ഗ്യാപ്പ് കിട്ടിയിട്ട്. അപ്പൊ മുകേഷന്റെ കൊടുത്ത് മുകേഷന്റെ അത് നോക്കി പറഞ്ഞ് ലാലേട്ടൻ ആ സാധനം ഇപ്പോഴും ഉണ്ട്. അല്ലെ, വേറെ രീതിയിൽ നമ്മള് ഈ നേരത്തെ പറഞ്ഞ പോലെ ജിനി തിയേറ്ററിൽ കണ്ട് വലിയ ഉയരത്തിൽ വലിയ സ്ക്രീനിൽ കണ്ട ആളുകളെ തൊട്ടടുത്ത് കാണുന്നതല്ല, നമ്മളുടെ സ്ക്രിപ്റ്റിൽ അവര് പെർഫോം ചെയ്യുന്നത് കൂടി കാണുന്നൊരു എന്റെ ഒരു വേറൊരു അതിശയോക്തി പറയാം. അവരുടെയൊക്കെ പോസ്റ്റ് ഒട്ടിച്ച മതിലില്ലേ നമ്മുടെയൊക്കെ ഒരു പോസ്റ്റർ വരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല അതൊരു സക്സസ്ഫുൾ ഫിലിമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പം ഈ അമർ അക്ബർ ആന്റണിയും കട്ടപ്പനയും സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പറഞ്ഞത്, നിങ്ങൾ പുതിയ ആളുകൾ വന്നിട്ട് ഇപ്പൊ ചിരി തൊട്ടാൽ പേടിക്കണം എന്ന് പറയുന്ന സ്ഥലത്ത് ചിരിയുടെ ഓളം ഒരു 100 days ആക്കുന്നു. അന്ന് തന്നെ എനിക്കത് മൊയ്തീന് ശേഷമുള്ള ഇവരുടെ പൃഥ്വിയുടെ ഏറ്റവും സക്സസ്ഫുൾ ഫിലിമാണ്. ഈ കോമ്പിനേഷൻ മലയാളത്തിൽ തന്നെ 4ാമത്തെ വലിയ, അതായത് ദൃശ്യം ഫസ്റ്റ് എവർഗ്രീൻ അടിച്ചു, മൊയ്തീൻ അടിച്ചു, പ്രേമം അടിച്ചു, എനിക്ക് തോന്നുന്നു പിന്നെ അടിച്ചത് അമർ അക്ബർ. ഒരു കാര്യമുള്ളത് ഇവനിപ്പം ഈ പറഞ്ഞ കല്യാണ വീട്ടിലൊക്കെ പോയിട്ട് ഒരു കൊച്ചുകുട്ടി അവിടെ പോയി പാടി അതിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആവുന്നു. അതായത് ഈ ചുറ്റുമുള്ള പരിഹാസ ചിരികളെ മൊത്തം
ഒരു ഭയങ്കര ആർത്ത് ചിരിക്കുന്ന അല്ലെങ്കിൽ കയ്യടിച്ച് ചിരിക്കുന്ന ഒരു ഉണ്ടാക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അവിടെയാണ് ഒരു റൈറ്ററും പെർഫോമറും വർക്ക് ചെയ്യുന്നത്. ഇത് രണ്ടും ഒന്നിച്ച് സക്സസ് ആക്കി എടുത്തു. അവിടെ ഒരു ക്രിയേറ്റർ റൈറ്റർ എന്നുള്ളത് ഇപ്പം നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയയുടെ വലിയ ആനുകൂല്യമുണ്ട്. നമുക്കൊരു ഇൻസ്റ്റാഗ്രാമിലോ റീലിലോ അങ്ങനെ ഒരു ക്രിയേറ്റർ സ്പേസിൽ ഇരുന്നിട്ട് നമുക്ക് വലിയൊരു ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാം. പക്ഷെ ഈ നമ്മുടെ കൂട്ടുകാര്, ഒന്നിച്ച് പഠിച്ചവര്, നാട്ടുകാര്, ചിലപ്പോൾ ബന്ധുക്കളൊക്കെ അവരുണ്ടാക്കിയിരിക്കുന്ന ഉറപ്പായി അവരുടെ ഒരു അറിവില്ലായ്മയാണ് അവിടെ നിന്നുണ്ടാവുന്ന ഒരു പരിഹാസ ചിരിയെ ഈ പറയുന്ന കേരളത്തിലുള്ള ഒരു 150 തിയേറ്ററിലടക്കം കുലുങ്ങിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആർത്തിച്ചിരിക്കുന്ന ഒരു സാധനം തിയേറ്ററിൽ മാറ്റുന്നു. ടെലിവിഷനിൽ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ഷോയുടെ ക്രിയേറ്ററായി മാറുന്നു എന്നുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ. ഞാൻ റൈറ്റിങ്ങിൽ അത് എന്ത് തരം കോൺഫിഡൻസ് ഉണ്ട്? എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് ആക്സിഡന്റലി റൈറ്റിംഗ് സാധ്യമാവില്ല. എങ്ങനെയാണ് ഈ ചിരി എഴുതി ചിരിപ്പിച്ച് കളഞ്ഞത്? എഴുതി ചിരിപ്പിച്ചത് സത്യം പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് ചേട്ടാ, കഴിവ് എന്ന് പറയുന്നത് സത്യമായിട്ടും മനുഷ്യർക്ക് കൈപ്പിടിയിലുള്ളൊരു ഐറ്റം അല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇപ്പൊ ഏതെങ്കിലും ഒരു വലിയ റൈറ്ററിന്റെ എടുത്തു, അദ്ദേഹത്തിന്റെ എല്ലാ സിനിമയും വിജയിപ്പിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ആ സമയത്ത് ഇതെങ്ങനെ നമ്മുടെ പേനയിലേക്ക് വരുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുത. എനിക്ക് സത്യമായിട്ട് തന്നെ ഡിഫൈൻ ചെയ്യാൻ അറിയത്തില്ല. ഇപ്പൊ നമ്മളിപ്പോ ചേട്ടൻ പറയുന്നൊരു ഡയലോഗിന് എനിക്ക് കൗണ്ടർ പറയാൻ പറ്റും, ഫാഷൻ ഓഫ് സെക്കൻഡിൽ പറയാൻ പറ്റും എന്ന് വിചാരിക്കുക. അതൊരു തമാശക്കാണ്, അതൊരു തമാശയുടെ സെൻസാണ്. പക്ഷേ കട്ടപ്പനയിലെ ഋത്തിക് റോഷനില് അത് ഞാൻ നന്നായാൽ നാട് നന്നാവണം, നാട് നന്നായാൽ മറ്റേ രാജ്യം നന്നാവും, രാജ്യം നന്നാവും ലോകം നന്നാവും, ആ ലോകത്തിൽപ്പെട്ടല്ലേ പാകിസ്ഥാൻ. അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട എന്ന് പറയണ ഒരു എഴുത്തില്. അതാണ് ഞാൻ പറഞ്ഞ മാജിക്ക്. അതെന്താണ് ഈ കത്തിച്ചു വിടുന്നത്. അത് അപ്പൊ എഴുതണ പോക്കിൽ ഇതെങ്ങനെയാണ്, എവിടെ ചെന്ന് അവസാനിക്കും, എന്താണെന്നുള്ളതൊന്നുമില്ല. പിന്നെ ഈ പണ്ട് തുടങ്ങിയിട്ട് ഈ വാട്സപ്പിന്റെ വെച്ചിട്ട് വിമർശനങ്ങൾ വരുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഈ അമറൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇല്ല, ഇത് തുടങ്ങിയ സമയമാണ്. നമുക്കിത് ഇതിന്റെ ലസാഗു ഉസാഗ എന്നുള്ള സാധനമൊക്കെ ഞങ്ങള് അമറിന് വേണ്ടിയിട്ട് കഥ പറഞ്ഞതിന് ശേഷം 1.5-2 കൊല്ലത്തോളം രാജുവേട്ടന്റെ വെയിറ്റ് ചെയ്തായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഇത് എഴുതുന്നത്, കട്ടപ്പനയൊക്കെ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇതൊക്കെ പിന്നീടും ഒരേ ചിന്തകളും പല കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. പക്ഷെ അപ്പോഴും ആളുകള് നമ്മളെ ഫോക്കസ് ചെയ്യുമ്പോ എന്തെങ്കിലും പറയണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള പറച്ചില്ല. ആക്ച്വലി അങ്ങനെ ഒരു സാധനം മനഃപൂർവ്വമായിട്ട് ഒരു സാധനം ഇന്നുവരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ബെഡായി ബംഗ്ലാവിൽ ഉപയോഗിച്ച ചില തമാശകള്, കൗണ്ടറുകളൊക്കെ ചിലപ്പോ ചില സിനിമയിലൊക്കെ. ബെഡായി ബംഗ്ലാവ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പരീക്ഷണ വേദിയായോ? സിനിമ എഴുതുമ്പോൾ എന്ത് വർക്കാവും അത് ഭയങ്കരമായിട്ട് അറിയാലോ നിങ്ങൾക്ക്. അങ്ങനെ എന്ത് ചിരി എവിടെ വർക്കാവും എന്നുള്ളത്. ഇപ്പം രമേശ് പിഷാരൻ അങ്ങനെ പലരും പറയുന്നുണ്ട്, ഇപ്പൊ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സാധനം പിന്നെ ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ഇത് വർക്കാവും, ഇത് വർക്കാവില്ല, ഇത് പാളും. അപ്പൊ ആ ഒരു ജഡ്ജ്മെന്റ് ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് അമറൊക്കെ എഴുതുന്ന സമയത്ത് അതിന്റെ ഒരു ജഡ്ജ്മെന്റിന് ഈ ബെഡായി ബംഗ്ലാവോ അല്ലെങ്കിൽ സിനിമാല അതുപോലത്തെ സ്പേസ് ഗുണം ചെയ്തു. അതെ, ബെഡായി ബംഗ്ലാവില് എങ്ങനെയാ പെട്ടെന്ന് നമുക്കത് കിട്ടുന്നത്? നമ്മള് സ്ക്രിപ്റ്റ് ആയിട്ട് ഈ മുകേഷ് ഏട്ടന്റെ തൊട്ടടുത്ത്, മുകേഷ് ഏട്ടൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഇരിക്കില്ല, ഇവിടെ ഓഡിയൻസാ. ഇവിടെ നിന്ന് നമ്മളൊരു പേജാണ് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒറ്റ പേജ് ആയിരിക്കും നമ്മൾ പറയണത്, ഇത്ര വരെ പോകാന്ന് പറയും. രമേശ് ഏട്ടന് കൊടുക്കത്ത മെമ്മറി ഉള്ള അറിയാല്ലേ. അപ്പൊ രമേശ് ഏട്ടൻ അത് പറയും, മുകേഷ് ഏട്ടൻ നല്ല ഓർമ്മയാണ് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന സാധനങ്ങളില് ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസ് ഏതെങ്കിലും ചിരിക്കണേന്ന് നമുക്ക് ടക്കെന്ന് പറയാൻ പറ്റും, ഏക്കാത്തത് അറിയാൻ പറ്റും. ചിരിക്കാൻ പറയേണ്ടി വരും അല്ലേ? ചിരിക്കാൻ പറയണ്ട, കൈയടിച്ചു കൊടുത്തിട്ടാണ് ചിരിപ്പിക്കും. അതായത് കറക്റ്റ് കൗണ്ടർ പഞ്ചിന് നമ്മളിവിടെ കൈയടിക്കുമ്പോ ഓഡിയൻസും കൈയടിക്കും. പക്ഷെ ചിരി വന്നെ നാച്ചുറലി ഓർഗാനിക്കലി വന്നെ നമുക്ക് പിടികിട്ടും, ഏക്കാത്തതും മനസ്സിലാവും. അത് വലിയ സഹായ. ഇപ്പോഴും സ്റ്റേജില് ഞാൻ ഇന്നലെ വരെ പ്രൊമോഷന് സ്റ്റേജിലല്ലേ നിൽക്കുന്നത്. സ്റ്റേജിൽ വന്നിട്ട് കിട്ടുന്ന ഔചിത്യം ഉണ്ടല്ലോ, അത് വലിയൊരു ഘടകമാണ്. കാരണം സ്റ്റേജിൽ നിൽക്കുമ്പോ അറിയാൻ ചേട്ടാ വൈബ് വ്യത്യാസം വരുമ്പോ ഏക്കുന്നില്ല, ഏക്കുന്നുണ്ട്, ഇത് രണ്ടും മനസ്സിലാവും. അത് സ്റ്റേജില് അവര് പറയണൊക്കെ ശരിയാ. ഈ അമർ അക്ബർ വരുന്ന സമയത്ത് ഞാൻ നോക്കുന്നത്, ഇപ്പൊ അമർ അക്ബർ ശരിക്കും നിങ്ങൾ തന്നെ നിങ്ങളെ കണ്ടെഴുതിയ ഒരു സംഗതിയിലേക്കാണ്. പൃഥ്വി വരുന്നു, ഇന്ദ്രജിത്ത് വരുന്നു, ജയസൂര്യ വരുന്നു. എനിക്കത് മനസ്സിലായത് ഇപ്പം രാജു പല ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കോമിക് ടൈമിങ്ങിലേക്ക് ഏറ്റവും ഫ്ലെക്സിബിൾ ആയി ചെയ്തൊരു സിനിമകളിലൊന്നാണ് അത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട്. ജയസൂര്യയുടെ ക്യാരക്ടർ ആണെങ്കിൽ വേറെ തന്നെ ഒരു മീറ്ററിലാണ് പോകുന്നത്. ഇപ്പൊ ഇവരിപ്പം നമ്മൾ ഇതിലേക്ക് ക്ലാസ്മേറ്റ്സിലേക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഇതിൽ വേറെ തന്നെ ഒരു കോംബോ ആയിരുന്നു, കൊണ്ടും കൊടുത്തും പോകുന്ന ആളുകളായിരുന്നു, വേറൊരു മീറ്ററിൽ പിന്നെ ഒരു കൊച്ചി വൈബ് സെറ്റ് ചെയ്യുന്നു എന്നുള്ളത്.
അത് തന്നെ ഭയങ്കര അന്നത്തെ ഭയങ്കര സക്സസ്സും ഇതായിരുന്നു. ഈ മറ്റ് പല ട്രെൻഡ് സിനിമകൾക്കിടയിലാണ് ഇത് ഭയങ്കര സക്സസ്ഫുൾ ആവുന്നത്. ശരിക്കും ആ സിനിമയുടെ ഒരു എഴുത്തെന്തായിരുന്നു? നിങ്ങളുടെ ഒരു വിഷ്ണു ബിബിൻ കോംബോടെ കൂടി ഭയങ്കര സക്സസ് സിനിമയാണെന്നുള്ളത്. ഞങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളും അതിലെല്ലാം ഇതുവരെയുള്ള എല്ലാ സിനിമകളും കേട്ടോ, ഞാൻ ഇതുവരെയല്ല, ഞങ്ങൾ വലിയ ബുക്കുകൾ വായിച്ചിട്ടോ വലിയ സിനിമകൾ കണ്ടിട്ടോ, ഞാനൊക്കെ ഇംഗ്ലീഷ് പടം, അതായത് നല്ല ഇംഗ്ലീഷ് പടങ്ങൾ, ജുറാസിക് പാർക്കൊക്കെ നമ്മൾ അതാണ് ഇംഗ്ലീഷ് പടം എന്ന് വിചാരിച്ച കാലം ഉണ്ടല്ലോ. ടൈറ്റാനിക്കും അവരതായി ഇറക്കോളെന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ് വലിയ പടങ്ങള്. പക്ഷെ അതുപോലും കണ്ടത് കൊറോണ സമയത്തൊക്കെയാണ് കുറച്ച് നല്ല സിനിമകൾ കണ്ടത്. അതിനു മുമ്പ് എനിക്ക് വിഷ്ണുവിന് അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഇല്ല. വായനയൊക്കെ ഈ മഹാരാശി പഠിച്ചിരുന്ന സമയത്ത് അത്യാവശ്യം സാഹിത്യങ്ങളൊക്കെ വായിച്ചല്ലാതെ അങ്ങനെയും അറിവില്ല. പിന്നെ ഉള്ളത് നമ്മുടെ കൂട്ടുകാരുടെ അനുഭവങ്ങളാണ്. ഇതുവരെ അങ്ങനെ തന്നെ ഉള്ളൂ. ഇപ്പോ ചേട്ടൻ പറഞ്ഞ വിശ്വസിക്കില്ല, ഈ നല്ലവനായ ഉണ്ണി എന്നുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ ഹോസ്പിറ്റലില്, എത്ര കാലത്തേക്ക് ഉപയോഗിക്കുന്നല്ലേ? അതെ അതെ അതെ, ആ ജുബിട്ടുണ്ട് ഹോസ്പിറ്റലിൽ, അങ്ങനെ കൂട്ടുകാരുണ്ട് ഞങ്ങൾക്ക്. നല്ലവനായ ഉണ്ണി അങ്ങനെ ഒരു, നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പൊ ഈ സൈനസ് അബ്ദുള്ള പോലത്തെ ഒരു സിനിമയിലുണ്ടായ ഒരു ഉണ്ണി വിളി റെഫറൻസ് അല്ല അല്ലേ? അല്ലല്ല, ഒരിക്കലും ഇല്ല. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഴുതണേന്റെ ഇടയിൽ ഈ അമ്മമാരുടെ കമ്പാരിസൺ ഉണ്ടല്ലോ, അമ്മമാരുള്ളത് നീ മറ്റവനെ കണ്ടുപടി എന്ന് പറയണ ആ ഒരു ക്യാരക്ടർ ആയിരുന്നുള്ളത്. പക്ഷെ അത് കഴിഞ്ഞ് ഈ എഴുത്ത് നടക്കണേന്റെ ഇടയിൽ ടെറസിൽ കഞ്ചാവ് പിടിച്ചു എന്നും പറഞ്ഞൊരു വാർത്ത വന്നു. റിയൽ അങ്ങനെയാണ്. അങ്കി ഇവനെ ക്ലൈമാക്സിലേക്ക് അവനെ അതില് വേറൊരു വലിയൊരു സർക്കാസം പോലത്തെ ഒരു തമാശ ഉണ്ട്. അത് ആ സമയത്ത് അവിടെ ചിരിച്ചാന്ന് എനിക്കറിയില്ല. ഇതെല്ലാം ചെയ്ത് പുള്ളി കഞ്ചാവ് പ്രീതി ആയല്ലോ. അപ്പൊ മറ്റേ ഇപ്പൊ ചാലിപ്പാല പറയുന്നുണ്ട്, എടാ എന്തെങ്കിലും കൈമടക്ക് കൊടുത്ത് വിടാൻ പറയുമ്പോ പുള്ളി പറയുന്നുണ്ട്, കൈക്കൂലിയൊക്കെ കൊടുക്കുന്ന തെറ്റല്ലേ ഏട്ടാ പറയുന്നുണ്ട്. മാത്രം എനിക്കൊന്ന് ആ വണ്ടി കയറിയിട്ട് ഈ നമ്മള് 2 പിഷാരടിയാണല്ലോ കാണുന്നത്. മറ്റേ നേരത്തെയുള്ള വളരെ കലക്കി തേച്ചൊരു മനുഷ്യൻ ഒരു സ്ത്രീനെ കാണുമ്പോ ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. അത് ഈ അങ്ങനെ ഒരു ഈ എഴുത്തിനിടയിലുള്ള ഏതെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് അത് ഇതിലേക്ക് ക്യാരി ചെയ്തിട്ടുണ്ട് അല്ലെ? എനിക്ക് തോന്നുന്നു ഈ മറ്റേ രതീഷിനെ എഴുന്നേൽപ്പിക്കുന്നത് ശരിക്കും അങ്ങനെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയൊരു ഫണ്ട് കുറച്ച് ഈ ഒറിജിനൽ നടന്ന കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് അതിശയോക്തിയും കൂടി കൂട്ടിയിട്ടാണ് എഴുതുക. ഇപ്പോ അവിടെ തന്നെ നടന്നതിൽ അമർല തന്നെ ഒരു ഇൻസിഡന്റില് ലൈഫിൽ പറഞ്ഞ ഡയലോഗാണ്, ബില്ലടച്ചെന്ന് പറഞ്ഞ് ജയസൂര്യ വരുമല്ലോ, ഇത്ര രൂപ ആയിടാന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്റെ അപ്പച്ചനാണ് അന്ന് ഹോസ്പിറ്റലിൽ കിടക്കണേ ശരിക്കും, റിയൽ ഇൻസിഡന്റില്. അപ്പൊ ഞാൻ ഇതേപോലെ റിതിനും വിഷ്ണു കൂടി വന്നേക്കാം. റിതിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് ഉണ്ട്, വെടിക്കെട്ടിൽ അഭിനയിച്ച. അപ്പൊ അവൻ പറഞ്ഞ, അവനാണ് ഈ പൈസയൊക്കെ നോക്കുന്നത്. അവൻ പറഞ്ഞ, എടാ പൈസയൊക്കെ അടച്ചിട്ടുണ്ട്, ഇത്ര ആയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ കയറ്റി വെക്കല്ലേ, നീ കറക്റ്റ് കാര്യം പറയാന്ന് പറഞ്ഞു. അപ്പൊ വിഷ്ണു പറഞ്ഞാണ്, എടാ ചുമ്മാ ഇരടാ അവന്റെ അച്ഛൻ കൊടുക്കുമ്പോഴാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സാധനം അവിടെ വെച്ചുണ്ടായതാ. അങ്ങനെയുള്ള കൂട്ടുകാരായിരുന്നു ഞങ്ങൾക്ക്. എപ്പോഴും ഹ്യൂമറിൽ വർത്താനം പറയുകയും ഏത് പ്രശ്നമുള്ള സംഗതിയാണെങ്കിൽ അതിലൊരു ഹ്യൂമർ കണ്ടെത്തുക എന്നുള്ളത്. എല്ലാം ഈ കട്ടപ്പനയില ഇംഗ്ലീഷ് ചോദിക്കുന്ന ഒരു കൂട്ടുകാരനെ എനിക്കുണ്ട്. രാത്രി അവന് എഡ്യൂക്കേഷൻ കുറവാ. രാത്രി വിളിച്ചിട്ട്, എടാ ഇതെന്താ അർത്ഥം എന്ന് പറഞ്ഞിട്ട് ധർമ്മജൻ ചോദിക്കൂലേ, വെട്ട് പോവട്ട് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അത് പിന്നെ അതിലേക്ക് അപ്ലൈ ചെയ്താ അങ്ങനെ കുറെ. പിന്നെ എഴുതുമ്പോ നമുക്ക് കുറെ സാധനം കിട്ടും. ആ ഊഞ്ഞാലിൽ ഇരുന്ന് ആടുന്നു വരെ നമ്മളെ ഫ്രെയിമില് എഴുതുകയാണ്. എഴുത്തിന്റെ എൻഡില്, ഇപ്പൊ പറഞ്ഞ പോലെ എഴുത്തിന്റെ എൻഡില് ദൈവം അനുഗ്രഹിച്ചൊരു സാധനം കത്തിക്കുകയാണ്. അവനെ കാണുന്നില്ല, ഊഞ്ഞാല മാത്രം ആടുന്നു. അതിന്റെ ശബ്ദം, ആ ശബ്ദം പോലെ ഞങ്ങള് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഷൂട്ട് ചെയ്തപ്പോ നാദൃഷിക്കയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്, ഒരു ഫുട്ബോൾ ഇങ്ങനെ പാസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അത് ആ ഫ്രെയിമിങ്ങിന് ഒരു സ്റ്റാറ്റിക് ഫ്രെയിം, ആ ഫ്രെയിമിലേക്ക് അവിടെ പിള്ളേര് കളിക്കുന്ന ഒച്ച, അതിലേക്ക് ഒരു ഫുട്ബോൾ പാസ്, അതൊക്കെ ഇതൊക്കെ അങ്ങനെ വന്നാണ്. അല്ല, ഒരു കാര്യമുള്ളത് ഇപ്പൊ ഞാൻ കട്ടപ്പന സ്പെസിഫിക് ചെയ്യുന്നതെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു ചായക്കടയിൽ കയറിയിട്ട് ഇപ്പം ഈ പഴകിയ പഴംപൊരി അല്ലെ പഴകിയ വട എന്ന് പറയുന്നത് ഏറ്റവും അസ്വസ്ഥത ഈ പറഞ്ഞ ചൂട് ചായ കുടിക്കാൻ പോകുന്നവരുണ്ട്. പക്ഷെ അതിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനൊരു ക്യാരക്ടർ നെയിം പോലെ ഉണ്ടാക്കി, അത് പിന്നീട് എനിക്ക് തോന്നുന്നത് ഒരാൾ ചായക്കടയിൽ പോയാൽ ഈ പറഞ്ഞത് ഇത് പഴകിയോ എന്ന് ചോദിക്കുന്നതിന് പകരം ഇതിലൊരു ഡയലോഗ് പറയുന്നത്. നമുക്കറിയാം ഈ എണ്ണം പറഞ്ഞ ഡയലോഗിനൊക്കെ ജീവിതത്തിലേക്ക് ഇപ്പൊ നല്ലവനായി ഉണ്ണി പോലെ കൊണ്ടുവരുന്ന സാധനം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ അത് ഇത് എഴുതുമ്പോ ഇത് വർക്കാവും എന്ന് ഇത് ചെയ്തത്. അത് തിയേറ്ററിൽ ഏറ്റവും വർക്കായ സീനാണ്. ഇപ്പൊ നേരത്തെ ധർമ്മൻ ചേട്ടന്റെ അതെ ഈ സീൻ അത് വർക്കായതാണ്. പിന്നെ മറ്റേതിലാണെങ്കിൽ നമ്മുടെ ഇവര് മൊബൈലില്
വാട്സപ്പിന്റെ DP ഇത് ചോദിക്കുന്ന സാധനം, വൃത്തിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അത് വർക്കാവും. ഇതെല്ലാം എങ്ങനെയാണ് നിങ്ങൾ ഒരു പ്രീ ഷൂട്ട് ഇത് വർക്കാക്കി? നിങ്ങൾ 2 റൈറ്റേഴ്സ് ആണല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ പറയുമല്ലോ. അത് ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ അങ്ങ് വെക്കും. ചിലത് വിജയിക്കുകയില്ല കേട്ടാ. ഇപ്പൊ യമണ്ടൻ പ്രേമകഥയിലെ ചിത്രഗുപ്തൻ ഏറ്റില്ല. പക്ഷെ അതിലൊരു കൈൻഡ് ഓഫ് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നല്ലേ? ഇത് നിങ്ങൾ രതീഷിനെ ഇവിടെ ചിത്രഗുപ്തനിലേക്ക് ഓവർ കോൺഫിഡൻസിൽ ഉപരിയായിട്ടേ നമ്മള് ഈ രതീഷ് വെച്ച അതേ മനസ്സുകൊണ്ടും തലച്ചോറുകൊണ്ടും ഉണ്ടാക്കിയത് തന്നെയാണ് ഇതും. രതീഷ് ഒരു ശ്രമമായിരുന്നു, ഇതും ഒരു ശ്രമമാണ്. അത് വാളി, അത് വിജയിച്ചു. ഇനിയും ഈ ശ്രമങ്ങൾ തുടർന്നില്ലെങ്കിലേ പാളല് സ്ഥിരമുള്ളതായിരിക്കും. പരീക്ഷിച്ച് നോക്കിയാലല്ലേ പരാജയപ്പെടുമെന്ന് അറിയുള്ളൂ. ഇത് ചെയ്യാതെ മാറുന്നിട്ട് കാര്യമില്ലല്ലോ. യമണ്ടൻ പ്രേമകഥയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു അതൊരു റിസ്ക് ഫാക്ടർ വന്നില്ലേ? കാരണം നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് പിന്നെ ബാധിക്കുന്ന തരത്തിൽ ആ പടത്തിന്റെ തിയേറ്റർ റിസൾട്ട് ബാധിച്ചോ? കാരണം അത് വലിയ പല സമയത്താണ് ദുൽഖർ അതിന്റെ ഷൂട്ട് ചെയ്യുന്നത്. ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടായിരുന്നു അനൗൺസ് ചെയ്യപ്പെട്ടത്. ദുൽഖർ, നമ്മൾ അതുവരെ കണ്ട ദുൽഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലിവേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന ഒരു അർബൻ ബോയ് ആയിരുന്നു. പുള്ളി ഒരു കൊച്ചി ഫോട്ടോച്ചിക്കാരനാക്കുന്നു, നാടനാക്കുന്നു, ഒരു പെയിന്റ് പണിക്കാരനാക്കുന്നു, അങ്ങനെ ഒരു രീതിയിലേക്ക് കൊണ്ടുപോയി റൂട്ടഡ് ആയിട്ട് ചെയ്തു. പക്ഷെ അതില് ഹ്യൂമർ കട്ടപ്പന പോലെയോ നമ്മുടെ അമർ അക്ബർ പോലെയോ ഇതൊന്നും വർക്കാവാതെ വരുന്നു. അതൊരു ദുൽഖറിന്റെ ഒരു സക്സസ് സിനിമകളുടെ പാർട്ടായി വരുന്നില്ല എന്നുള്ളത് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ പേഴ്സണലി അഫക്ട് ചെയ്യുന്ന റൈറ്റേഴ്സ് എന്നുള്ള രീതിയിൽ? ആക്ച്വലി ആ പടം സാമ്പത്തികമായിട്ട് നല്ല വിജയം വന്ന പടമാണ്. ആക്ച്വലി ഞങ്ങളുടെ മറ്റു പടത്തിന്റെ ഗ്രേഡ് അതിനുണ്ടായിരുന്നില്ല. അതാണ് സത്യം. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഈ പറഞ്ഞ ഷൂട്ടിംഗ് ഡേറ്റുകളൊക്കെ നീണ്ടതോടുകൂടി ട്രെൻഡ് ഭയങ്കരമായിട്ട് അങ്ങ് മാറി. അങ്ങനെ ഒരു സംഭവത്തിലുണ്ട്. പക്ഷെ എനിക്കും വിഷ്ണുവിനും, ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് പറയുന്നതാണ്, എനിക്കും വിഷ്ണുവിനും ഏറ്റവും കൂടുതൽ ഇപ്പൊ ആൻഡ്രോ ചേട്ടൻ അതിന്റെ ലാഭവിഹിതം തന്നിട്ട് ഇപ്പൊ ആ പൈസ വെച്ചിട്ടാണ് ഞാനിപ്പോ ചേരാന്നുള്ളൊരു സ്ഥലം മേടിച്ചേക്കുന്നത്. ഇപ്പൊ വീട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. എന്ന് വെച്ചാല് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പരാജയ സിനിമ അല്ല. പക്ഷെ എപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമർ പോലെ ഒരു ഗ്രാൻഡ് സക്സസ് അത് സമ്മതിച്ചു, കട്ടപ്പന പോലെ ഒരു സ്റ്റാർ ഇല്ലാതെ വന്നു. അപ്പൊ ദുൽഖറിനെ പോലുള്ള ഒരു വലിയ സത്യം 2 സ്റ്റാർ കറക്റ്റ് ആണ്. 2 ബ്ലോക്ക് ബസ്റ്റർ ആണല്ലോ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. 2 ബ്ലോക്ക് ബസ്റ്റർ ആണ്. മറ്റേത് ഇതൊരു ഹിറ്റാണ്. 73 ദിവസം എന്റെ ഓർമ്മയിൽ അത് തിയേറ്ററിൽ ഓടിയ സിനിമയാണ്. കാരണം അത് അന്ന് നോമ്പിന്റെ ടൈമിൽ വേറെ സിനിമകൾ ഇറങ്ങിയില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ടായി. പക്ഷെ ഈ പറഞ്ഞതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അതിന്റെ കാരണങ്ങൾ കുറെ കാലങ്ങളായിട്ട് ആ സമയത്ത് തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങും. പിന്നെ അതേപോലെ തന്നെ എടുത്ത പടമാണ്. അത് കഴിഞ്ഞിട്ട് ശരിക്കും ഈ കാലഘട്ടത്തിലാകെ 4 സിനിമ ചെയ്തിട്ടുള്ളൂ. അല്ല, മാർഗംകളിയല്ല, വെടിക്കെട്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് ആയിട്ടില്ല. അതാണ് ഏറ്റവും സത്യമായിട്ട് സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ട സിനിമ. അത് വെടിക്കെട്ട. പക്ഷെ നമ്മൾ എഴുത്തുകാരെന്ന രീതിയിൽ ഇപ്പോഴും പ്രൗഡായിട്ട് നിൽക്കുന്ന എനിക്കും വിഷ്ണുവിനും പ്രൗഡായിട്ടുള്ള അത് ഇപ്പോ അത് കാസ്റ്റിനെ പറ്റിയിട്ടുള്ള സാധനമായിരുന്നല്ലോ. അപ്പൊ അത് അത്രയും ഇപ്പൊ തമിഴിലൊക്കെ വരുന്ന പോലെ പ്രത്യക്ഷ ആളുകള്, എനിക്ക് തോന്നുന്ന ആളുകള്, എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് പിള്ളേരുടെ ഇടയിൽ അത്രയും ഇല്ലാന്ന് തോന്നുന്നു. അതിൽ കാണിച്ചത്ര പിള്ളേര് പഠിക്കുന്ന സമയമാണ്. അതെ തന്നെ. അപ്പൊ അതങ്ങനെ സംഭവിച്ചായിരിക്കും. കുറെ നാള് കഴിയുമ്പോ ഇപ്പൊ നിലവില് അത് ചാനലിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ അതിന് ഭയങ്കരമായ അഭിപ്രായങ്ങളും വ്യത്യാസം കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഭാവിയിൽ അത് കുറച്ചും കൂടി പരിഗണിക്കപ്പെടും തന്നെയാണ് എൻ്റെ ഇപ്പോഴുള്ള വിശ്വാസം. ഇത് പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ മറന്നുപോയി വെടിക്കെട്ടിന്റെ കേസിൽ. അതായത് ഞങ്ങളിൽ നിന്ന് പ്രേക്ഷകര് പ്രതീക്ഷിച്ചിരുന്നത് ചിരിക്കാനുള്ള നല്ല കോമഡിയുള്ള ഒരു പടമായിരുന്നു. ഞങ്ങൾ ഡയറക്ട് ചെയ്തെന്ന് പറഞ്ഞു അതുപോലെയൊക്കെ ചിരിക്കാവുന്ന പടം ആണെന്നാണ്. അപ്പോൾ ആ പടം കിട്ടാത്തതിന്റെ ഒരു നിരാശയും ആളുകൾ ആ സമയത്ത് തിയേറ്ററിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ടി വിയിൽ കണ്ടിട്ട് അവർ ഇഷ്ടമാണെന്ന് പറയണതിന്റെ സൈക്കോളജി അതാ. കാരണം ഇപ്പൊ അവർക്ക് അറിയാം അത് ഹ്യൂമർ പടം അല്ലാന്ന്. ആ ഹ്യൂമർ അല്ലാത്ത രീതിയിൽ അത് കാണുമ്പോ വർക്കാവുന്നുണ്ട്. നിങ്ങളുടെ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതായത് പിന്നെ രണ്ടുപേരും അഭിനയത്തിന്റെ, നിങ്ങൾ തന്നെ പറഞ്ഞു, അഭിനയത്തിലേക്കുള്ള പാലമായിട്ട് കലാഭവനെയും എഴുത്തിനെയും സ്ക്രിപ്റ്റിനെയും മിമിക്രിയൊക്കെ കണ്ടവരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു പൊട്ടുപോലെ സിനിമയിൽ വന്നു പോയ റോളിൽ നിന്നാണ് ഈ പറഞ്ഞ സക്സസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ബിബിൻ്റെ ആണെങ്കിലും വിഷ്ണു നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഗംഭീര സക്സസ്ഫുൾ കരിയറാണ്. ചെറിയ സമയത്ത് വന്ന് ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറയാവുന്ന സക്സസ് ആണ്.
ശരിക്കും നിങ്ങൾക്കിടയിൽ ഒരു സാഹോദര്യം അല്ലെങ്കിൽ സൗഹൃദമൊക്കെ ഒരുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ തമിഴ് ഇതിൽ പറയുകയാണെങ്കിൽ എതിരികളായി വന്നിട്ട് നൻപർ ആയിട്ടുള്ള ആളുകളാണല്ലോ. ശരിക്കും എന്താ നിങ്ങളുടെ ഒരു എന്താ ഒരു സക്സസ് എങ്ങനെ കെമിസ്ട്രി എന്ന് നമ്മൾ പറയുന്ന ഒരു? വിഷ്ണു ഞാൻ തമ്മിലുള്ള രണ്ടുപേരും രണ്ട് ടൈപ്പ് സ്വഭാവക്കാരാണ്. ഒരു തരത്തിൽ യോജിക്കാവുന്ന ഒരു ഏരിയയില്ല ഞാനും അവനും തമ്മിൽ. സ്നേഹം മാത്രം വെച്ചിട്ട് കളി, ബാക്കി എല്ലാം ഇതാ. അവൻ ഭയങ്കര ഇത്തിരി ആംബിവേർട്ടാണ് അവൻ ആക്ച്വലി. ഞാൻ ഇത്തിരി ഹൈപ്പറാണ്, എക്സ്ട്രോവേർട്ടാണ്. അവന്റെ രീതി എന്ന് പറഞ്ഞാൽ അവൻ വാക്കുകൾ കൊണ്ട് ഒരു വാക്ക് സൂക്ഷിച്ചല്ലാണ്ട് അവൻ ഉപയോഗിക്കൂല. ഞാൻ ലൂസ് ടോക്കിന്റെ ആളാണ്. ഞാൻ ചിലപ്പോ എന്റെ ടോണ് കൊണ്ടിട്ട് ആ സാധനമൊക്കെ എന്റെ ടോൺ ഇങ്ങനെയാണെന്ന് പറഞ്ഞ സാധനമൊക്കെ ഇല്ലേ കട്ടപ്പനയില്ല, അതൊക്കെ എന്റെ ടോണിന്റെ കൂടിയാ. ഞാൻ ചിലപ്പോ ആരും ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറയണായിരിക്കില്ല, പക്ഷെ എന്റെ ടോൺ ഭയങ്കര ഷാർപ്പുണ്ട്. പക്ഷെ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരാളെ നമ്മുടെ KPC ലളിത ചേച്ചി പറഞ്ഞ പോലെ ഹിസാൻ അബ്ദുള്ളയില് എന്ത് കൊല്ലുമ്പോ വേദനിപ്പിക്കാതെ കൊല്ലണേ എന്ന് പറയൂലേ, അതേപോലെ അവൻ പോയിട്ട് ഒരാളെ കൊല്ലൂന്ന് പറഞ്ഞാൽ അവര് ചെയ്തോ വിഷ്ണു അല്ലേ എന്ന് പറയും. ആ ഒരു എല്ലാത്തിലും ഒരു വൈരുദ്ധ്യത ഉണ്ട്. ഭക്ഷണ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഉണ്ട്. പക്ഷെ സ്നേഹം ഭീകരമാണ്. ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ട് 2 ദിവസത്തിൽ കൂടുതലൊന്നും ഇരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അത് വലിയൊരു ആ സ്നേഹത്തിന്റെ പുറത്തുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ അവനെ പറ്റി വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വണ്ടിയിൽ ബൈക്കിൽ പണ്ട് ബൈക്കിൽ കയറിയിരുന്ന് പോയതെന്നുള്ളതാണ്. പോയാൽ എവിടം വരെ ആ ബൈക്ക് ചെല്ലുമോ, ഇപ്പൊ ഈ സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, ആ സ്റ്റെപ്പിന്റെ അവിടം വരെ അവൻ കൊണ്ടുപോയി എത്തിക്കും. ബാക്കിയുള്ളവരാണെങ്കിൽ ഇത്രയോളം അവിടെ വന്നിട്ട് ഇത്രയല്ലേ ഉള്ളൂ നടക്കാനല്ലേ ഉള്ളൂ എന്ന് പറയും. പക്ഷെ അവിടെ കൊണ്ട് എത്തിക്കും. കാരണം അവനറിയാം ഞാൻ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴുള്ള പെയിൻ. അതാണ് അവനും ഞാനോട്ടുള്ള ഇത്. ഇനി എഴുത്തിലാണെങ്കിലും രണ്ടുപേരുടെ ആശയങ്ങളും എപ്പോഴും തല്ലുപിടുത്തം തന്നെയാണ് എഴുത്തിൽ. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കെട്ടിപ്പിടുത്ത സ്നേഹമൊന്നുമല്ല, എപ്പോഴും തല്ലുപിടുത്തം തന്നെയാണ്. പക്ഷെ രണ്ടുപേരുടെയും തല്ലുപിടുത്തത്തിന് ഒടുവിൽ ഒരു തീരുമാനം എടുക്കൂലേ, അത് ഞങ്ങളുടെ തീരുമാനമായി. അതിൽ പിന്നെ ഇത് ആ സാധനം വിജയിപ്പ ചിത്രത്തിന് ഏക്കാതിരുന്ന് കഴിയുമ്പോഴേക്കും അത് നീ പറഞ്ഞല്ലടാ എന്ന് പറഞ്ഞുള്ള തല്ലുപിടുത്തം ഇല്ലാന്ന്. പരസ്പരം പഴിചാരലിന്റെ പ്രശ്നമില്ല, അതില്ല, അതിൽ കാര്യമില്ല. ഒരു ഡിസിഷൻ രണ്ടുപേരെ എഴുതുമ്പോ രണ്ടുപേരുടെയും കൂടിയുള്ള ഡിസിഷൻ മേക്കിംഗ് ഉണ്ടല്ലോ അതില്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇല്ലേ, എൻ്റെ അറിവില് ഡയറക്റ്റ് ചെയ്തപ്പോ പോലെ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല. അത് ഞാൻ ആലോചിച്ചില്ല. നിങ്ങൾ എഴുത്തിലും ഒരു കൊളാബറേറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല. അവൻ അഭിനയിക്കുമ്പോ ഞാൻ പോയി ആക്ഷൻ കട്ടും പറയും. ആകെ തകർന്നു. ഇത് അവന്റെ കൈ പൊള്ളിയല്ലോ, അന്ന് ഞാൻ തകർന്നു എന്ന് വെച്ചാല് അന്നാണെങ്കിൽ ചേട്ടാ 1000-നടുത്ത് ജൂനിയർ ആർട്ടിസ്റ്റ്. അപ്പൊ ഉത്സവം എടുത്തോണ്ടിരിക്കുക, അപ്പോഴാണ് അവൻ കൈ പൊള്ളിയിട്ട് അങ്ങ് പോയത്. പിന്നെ അപ്പൊ ഞാൻ അന്ന് അവനോട് വൈകുന്നേരം ഇപ്പൊ റിക്വസ്റ്റ് ചെയ്തേ, എടാ അപ്പൊ ഓൾറെഡി കുറച്ച് എന്റെ കാലത്ത് സീനായിട്ടിരിക്കണായിരുന്നു. ഞാൻ പറഞ്ഞതേ ഞാൻ മോണിറ്ററിന്റെ അവിടെ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലായിടത്തും. അപ്പൊ എനിക്ക് പോയിട്ട് അവിടെ പോയിട്ട് ഓരോ കാര്യങ്ങളും ആർട്ടിസ്റ്റോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇത് എടുക്കുമല്ലോ കേട്ടോ, സമയം എടുക്കും, വയ്യേം ചെയ്യാം. അപ്പൊ ഇവനാ പോല്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുള്ളൂ കേട്ടാന്ന് പറയാ. ഇവനാ കയ്യില് എണ്ണയും വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് വന്നിട്ട് പറഞ്ഞു ചേട്ടാ അതേ കൈ പൊള്ളി, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ കേട്ടോ അളിയൻ. പിന്നെ ഞാന് കാറിൽ നിന്ന് വിളിക്കുമ്പോ നിലവിളിക്കണേ. അന്ന് ഞാൻ ഇങ്ങനെ ഒരു പകച്ചു നിന്നുപോയി. കാരണം ഇത്രയും പേരെ ഞാൻ ഇനി മാനേജ് ചെയ്യണം. അതെന്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു രാത്രിയാ. കുറെ പോയിട്ട് ആ അമ്പലത്തിന്റെ അവിടെ പോയി കരഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ആക്ഷൻ കെട്ടും പറഞ്ഞു. അതെ, നിങ്ങളുടെ ഏറ്റവും ടാസ്ക് ഉള്ള ഷൂട്ടിംഗ് കൂടിയായിരുന്നു അല്ലേ? വെടിക്കെട്ട് ഭയങ്കര ചേട്ടാ, അതിന് ഒരുപാട് നല്ല കാര്യങ്ങൾ. ഞാൻ വെടിക്കെട്ടിന് പറഞ്ഞ നല്ല കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ടുള്ള നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈ അവയവദാനങ്ങളുടെ ഒരു മെസ്സേജ് വന്നിട്ട് ഒരു 10-60 പേര് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് സമ്മതപത്രം. 2, ഒറിജിനലി അതിൽ ഉപയോഗിക്കുന്ന അയ്യർ സാറ്, ഇപ്പം അമൃത നമ്മുടെ വർക്ക് ചെയ്യുന്ന അദ്ദേഹം ഇതുപോലെ ജീവൻ കൊടുത്ത ഒരാളിൽ നിന്ന് 11 പേർക്കാണ്ടും ജീവൻ കൊടുത്തു. ആ ഫംഗ്ഷന്, അവരുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ, മരിച്ച പയ്യന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് എന്നെ വിഷ്ണു ആയിരുന്നു, ഞങ്ങൾ 2 പേരായിരുന്നു അതിഥികള്. ശരിക്കും റിയല് ആ പയ്യന്റെ അമ്മക്ക് ആ കേക്ക് അമ്മക്ക് വായില് അവൻ സ്വന്തം മകന്റെ കയ്യിലൂടെ ആ അമ്മ കഴിച്ചത് കണ്ടപ്പോഴേക്കും നമുക്ക് കിട്ടിയൊരു നിർവൃതിയൊക്കെ വേറെ, സിനിമ എവിടെ എത്തി എന്നുള്ള അങ്ങനെ കുറെ സന്തോഷം. പിന്നെ ചേട്ടാ 236 പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തു.
6-7 മ്യൂസിക് 4 മ്യൂസിക് ഡയറക്ടേഴ്സ്, 17-18 പേര് പാട്ട്. ഇതൊക്കെ ഇതൊക്കെ അവരുടെ ലൈഫ് പറ്റി അവർക്ക് ജീവിതം ആ പാലം കേറിയല്ലോ അവര്. ജസ്റ്റ് ഒരു പാലം. നിങ്ങള് ഇത്രയും സാഹസികമാണെന്ന് പറയുന്നത് ഇത്രയും സാഹചര്യം ഇല്ലാതിരുത്തുന്ന നിങ്ങൾ എത്തിച്ചേർന്ന സ്ഥലത്ത് ഇവരൊരു സിനിമ കൊണ്ട് എത്തിപ്പെട്ടല്ലോ. മേക്കപ്പ് പുതിയതായിരുന്നു. അങ്ങനെ ഒരുപാട് നന്മ വന്ന പടമാണ്. അപ്പൊ ഞാനിപ്പോഴും അതിന്റെ റിസൾട്ടിന് കാത്തിരിക്കുകയാണ് ദൈവത്തിന്റെ കയ്യിൽ നിന്ന്. വെടിക്കെട്ടിന് ചെയ്തൊരു നന്മയുണ്ട്. അന്ന് അതിന്റെ ഇതിന് ഒരുപാട് വിമർശനങ്ങളും ജാതിയുടെ പ്രശ്നമായതുകൊണ്ട് തന്നെ കുറെ വേറെ രീതിയിലൊക്കെ കേട്ടായിരുന്നു. പക്ഷെ അതിന് ഈ ചെയ്ത നന്മകളുടെ ഒരു റിസൾട്ട് ഉണ്ട്. അത് എന്റെയും വിഷ്ണുവിന്റെ ജീവിതത്തിലേക്ക് ഇനി വരും. അത് ഞാൻ ഉറപ്പിച്ചേക്കാണ്. ഈ വ്യക്തിപരം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സമാനതകളില്ലാത്തൊരു യാത്രയും അതിൻ്റെ ഒരു അച്ചീവ്മെന്റുമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ ചെയ്ത പടങ്ങളുടെ സക്സസ് നോക്കിക്കഴിഞ്ഞാൽ, സംവിധാനം ചെയ്ത പടത്തിന് നോക്കിയാൽ, അഭിനയിച്ച പടത്തിന് വെച്ചാൽ നിങ്ങൾക്ക് ഈ മറ്റേ വിജയത്തിളക്കം കൈപ്പിടിയിൽ കിട്ടുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഈ വെടിക്കെട്ട് ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായിട്ട് ബാധിച്ചിരുന്നോ? നിങ്ങൾ ആഗ്രഹിച്ചൊരു വിജയത്തിലെത്താത്തതോ അങ്ങനെ? എന്നെ ബാധിച്ചിരുന്നു. പിന്നെ എന്നെ മറ്റേ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് വിമർശിച്ചല്ലോ ഒരു അശ്വന്ത് എന്നെ ഭയങ്കരമായിട്ട് വിമർശിച്ചു. അന്ന് ഞാൻ തളർന്നുപോയി, തകർന്ന് തരിപ്പണമായി പോയി. അത് എന്തുകൊണ്ടാണെന്നും കൂടി ഞാൻ പറയാം. അപ്പൊ ചേട്ടന് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം, ബിബി നീ ഇതിലും വലിയ ചീത്തയും കളിയാക്കലും ഒക്കെ സഹിച്ചു വന്ന ആളല്ലേ, പിന്നെ എന്താണ് ഒരാളങ്ങനെ പറഞ്ഞപ്പോ എന്നുള്ളത്. അതായിരുന്നില്ല എൻ്റെ റിയൽ പ്രശ്നം. ഞാൻ ഏതിലാണ് ആഗ്രഹിച്ച് ഈ സിനിമയിലേക്ക് വന്നത്, അഭിനയത്തെ പറ്റിയാണല്ലോ പറഞ്ഞത്. അഭിനയം കൊള്ളൂല എന്നുള്ളതായിരുന്നു ആദ്യം പറഞ്ഞത്. അപ്പൊ ഞാൻ അതുവരെ ഉണ്ടാക്കി വെച്ച എൻ്റെ ആത്മവിശ്വാസവും എൻ്റെ കരിയറും ഞാൻ എങ്ങനെ വന്നേന്നൊന്നും ആർക്കും അറിയത്തില്ലല്ലോ ഏട്ടാ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിലാണ് ഇയാളാണ് ഡയറക്ടറായിരുന്നു, അല്ലെങ്കിൽ ഇയാളാണ് ഇവിടെ അങ്ങനെ ആളുകൾക്കൊന്നും അറിയാൻ പാടില്ല. നമ്മൾ ഇന്റർവ്യൂ കഴിയുമ്പോ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി മാത്രമല്ല ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ അത് എന്നെ തകർത്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉണ്ടായിരുന്ന കുറെ സൗഹൃദങ്ങള്, നമ്മൾ കെട്ടിപ്പടുക്കിയ കുറെ വിശ്വാസങ്ങൾ, ഇതെല്ലാം തകർന്ന് വേറെ രീതിയായി. കുറച്ച് നാള് ഞാൻ ഒറ്റപ്പെട്ടു, ഒറ്റയ്ക്കിരുന്നു, നന്നായിട്ട് കരഞ്ഞു, വിഷമങ്ങളുണ്ടായി. പക്ഷെ അതിൽ നിന്നൊരു ചിന്ത, ഒറ്റക്കാണല്ലോ ബേസിക്കലി മനുഷ്യന് ഒറ്റക്കാണല്ലോ. അതിലിപ്പോ വിഷ്ണുവിനും ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ വിഷ്ണുവിനെ പോലെ തന്നെ എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ, സിനിമ പറയുമ്പോൾ വിഷ്ണുവാണ് കൂട്ടുകാർ, പക്ഷെ അതേ അല്ലാതെ എനിക്ക് നല്ല സുഹൃത്തുക്കൾ വേറെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ആ സുഹൃത്തുക്കളുടെ ഒക്കെ ഒരു പവറിൽ, അല്ലെങ്കിൽ നമ്മള് അമ്മിച്ചി, വീട്ടുകാര്, ആ സമയത്തൊക്കെ ഞാൻ ജീവിതത്തിൽ ഞാൻ ആ 16 വയസ്സ് തുടങ്ങി എഴുത്തും പരിപാടിയും തുടങ്ങിയിട്ടില്ല ഏട്ടാ. ജീവിതത്തിൽ ഞാൻ വർക്ക് ചെയ്യാത്ത കുറച്ച് മാസങ്ങളുണ്ടെങ്കിൽ ആ വെടിക്കെട്ട് കഴിഞ്ഞ കുറച്ച് മാസം ബ്രേക്ക് എടുത്ത പോലെ ആയിപ്പോയി. കാരണം എനിക്ക് എഴുതാനും പറ്റുന്നില്ല. മനസ്സിലായോ? ഞാൻ അതിന്റെ ഇടയിൽ അപ്പച്ചൻ മരിച്ചപ്പോ ഒരു കൊല്ലത്തോളം ഞാൻ എഴുത്ത് വിട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ പിന്നെ ആ ജോലി ചെയ്യാത്ത അവസ്ഥയും എന്നെ ഭയങ്കരമായിട്ടത്. പക്ഷെ പിന്നീട് ഞാൻ ഇതെല്ലാം ഈ പതുക്കെ നമ്മളെ തിരിച്ചറിവിലേക്കും പരാജയത്തിന്റെ റിയാലിറ്റി, ആക്ച്വലി അത് പരാജയപ്പെട്ടത് സിനിമയിലേക്കാൾ ഉപരി എന്നെ വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ബാധിച്ചു. കാരണം എൻ്റെ ആഗ്രഹങ്ങൾ ഇതായിരുന്നു, ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകും, എൻ്റെ നടനെ ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, എഴുത്തുകാരനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇതെല്ലാം ചോദിച്ചിട്ടുമായിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നു. കാരണം അത്രയേറെ അത് ഞാൻ തകർന്നുപോയി. പിന്നീട് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇതിനെ പക്വതയോടെ കാണാൻ തുടങ്ങിയപ്പോ എനിക്ക് അശ്വന്ത് പറഞ്ഞതിനോടും ഇപ്പൊ റിവ്യൂ പറയുന്നതിനോടും ഇനിയും അങ്ങനെ ഒരു പക്വതയിലേക്ക് വന്നു ഞാനിപ്പോ. നിലവിൽ നമുക്കത് ഉൾക്കൊള്ളാം എന്നുള്ളത്, അവരുടെ ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ള അതിന്റെ ഓരോ ജോലികളുണ്ടല്ലോ ഓരോരുത്തർക്കും, അത് അവരവർ ചെയ്യുന്നു. ഇനിയിപ്പോ എനിക്ക് അവരോടൊന്നും ഒരു ദേഷ്യവും ഇല്ല, വിഷമവും ഇല്ല, അങ്ങനെയായി ഞാനിപ്പോ. പിന്നെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞതാണ്, നമ്മുടെ മോശം സമയം എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും നല്ല സമയം. കാരണം നമ്മുടെ കൂടെ ആരുണ്ടെന്നും നമ്മുടെ കൂട്ടുകാരൊക്കെയാണെന്നും നമുക്ക് ആരൊക്കെയുണ്ടെന്ന് തന്നെ തിരിച്ചറിവ് തന്നെ സമയമുള്ളൂ. ദൈവം നമ്മളെ കാണിച്ചു തരാണ്, ഇതൊക്കെ കണ്ട ഇതൊക്കെയാണ് നേരത്തെ കണ്ടൊക്കെ വെറുതെ ഭ്രമം, ഹാലുസിനേഷൻ ആണതല്ല, ഒറിജിനൽ റിയാലിറ്റി ഇതാണ്.
ഇത് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ആണുങ്ങൾക്കും അവരുടെ ഒരു ലൈഫ് സ്പാനിൽ ഇത് കടന്നു പോകും. കറക്റ്റ് കുറച്ച് തിരിച്ചറിവുകൾ അതുവരെ. അപ്പൊ നമ്മള് വൈബും പരിപാടിയൊക്കെ ആയിട്ട് നടന്നിട്ടേ ടക്ക് എന്ന് പറഞ്ഞ ഒറ്റക്കാവുമല്ലോ. അതിന് ഞാൻ തിരിച്ചറിഞ്ഞു. അത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഇനിയും വരാൻ പോണത് ഞാൻ അതിനുശേഷമാണ് എൻ്റെ ഈ കോട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അതായത് ഓരോ സിനിമയും എൻ്റെ വിജയങ്ങളാന്നുള്ളത്. ഇനി അതിൽ ജയപരാജയങ്ങളൊക്കെ ഞാൻ എൻ്റെ അന്നും ഇന്നും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആഗ്രഹിച്ച സ്ഥലത്ത് യാത്ര തുടരുകയാണ്. പിന്നെ നമുക്ക് സ്വയം മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ മുന്നോട്ട് മിനുക്കിയെടുക്കാനുള്ള അവസരങ്ങളായിട്ട് ഓരോ സിനിമ ഉപയോഗിക്കുമല്ലോ. അത് ലക്ഷ്യങ്ങൾ ഇനിയുണ്ട്. സമയം എടുത്തിട്ടാണെങ്കിലും എനിക്ക് എല്ലാ കാര്യവും അങ്ങനെ ആയിട്ടാ. ഞാൻ 11ഓളം കൊല്ലം ചാനലിൽ എഴുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു അമർ അക്ബർ എന്ന് കിട്ടിയത്. ഇപ്പൊ ബോംബ് കഥയും കട്ടപ്പനയും കൂടി കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ രണ്ട് റേഞ്ചിൽ നിൽക്കുന്നത്. പക്ഷെ ബോംബ് കഥ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും കൊല്ലം എടുത്താണ് എന്നെ ആളുകൾ പതുക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. അപ്പൊ എനിക്ക് ഇനി അതിനുള്ള സമയം ഒരു സക്സസ് എന്ന് പറഞ്ഞൊരു കാര്യം വരുമെന്ന് ഞാൻ 100% ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ച ബോംബ് കഥയുടെ കാര്യം പറയുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം, ഇവിടെ ഇപ്പൊ നിങ്ങളുടെയൊക്കെ മുൻഗാമികളായ റാഫി, ഷാഫി പോലുള്ളവര് അവരുടെ സംവിധാനത്തിലേക്ക് കാസ്റ്റ് ചെയ്യാണ്. ഇപ്പൊ റോൾ മോഡൽസിലാണെങ്കിലും കാസ്റ്റ് ചെയ്യാണ്. എന്ന് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു സീനിയർ ആക്ടറൊക്കെ ചെയ്യുന്ന പോലത്തെ റോളിലേക്കാണ്. സീനിയർ ആക്ടർ ഞാൻ പറഞ്ഞത് അവരുടെ മുൻ സിനിമകളിൽ ഒരു പവർ പാക്ഡ് പെർഫോമൻസ് ഉള്ള സ്പേസിലേക്കാണ് കാസ്റ്റ് ചെയ്യുന്നത്. ഈ 2 സിനിമയിലേക്കാണ്. ഇത് ഏത് തരത്തിൽ പരുവപ്പെടുത്തിയിട്ടുണ്ട്? കാരണം വെച്ച് കഴിഞ്ഞാൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവിടെ ഒരു ലേണിംഗ് കൂടിയാണല്ലോ സാധ്യമാവുന്നത്. റോൾ മോഡലില് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ചേട്ടാ, അവിടെ ചെന്ന് ഫഹദിന്റെ ഓപ്പോസിറ്റ് ഫസ്റ്റ് ദിവസം തന്നെ ഫൈറ്റാ. എനിക്കറിയില്ല, എനിക്ക് ആഗ്രഹം ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അഭിനയിക്കറിയാമെന്ന് എനിക്ക് എങ്ങനെ അറിയാം? നമ്മള് രസികരാജ ഇതൊക്കെ സ്കിറ്റൊക്കെയാ, സിനിമ വേറെയാണെന്നുള്ള ബോധം ഉണ്ടല്ലോ. അവിടെ ചെന്ന് ഈ വിഗൊക്കെ വെച്ച് ഫസ്റ്റ് ഡേ ഫൈറ്റ്. അത് രാജശേഖർ പുള്ളിയാണെങ്കിൽ ഭയങ്കര റോ ഫൈറ്റിന്റെ ആളാ, ചാപ്പാകുരിശൊക്കെ ഫൈറ്റ്. അപ്പൊ അവിടെ ചെല്ലുമ്പോ വരെ എനിക്ക് ഇത് എന്റെ മെയിൻ പേടി എന്തായിരുന്നു അറിയുമ്പോ, വിഷ്ണുവിന് വല്ല ചീത്തപ്പേരാകും എന്നുള്ളായിരുന്നു. അവൻ സിനിമ പേര് വന്നു, അപ്പൊ അടുത്തവനും ഇറങ്ങിയേക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള ചീത്തപ്പേര് അവന് വരുമെന്നുള്ള. അഭിനയിച്ച ഒരു ഫസ്റ്റ് ഷോട്ട്, ഒരു 2-3 ഷോട്ട് കഴിഞ്ഞപ്പോഴേക്കും ഫഹദ് വാസിൽ തന്നെയാണ് വന്ന് പറയുന്നത്, ടൈമിങ് അങ്ങനെ സാധനം പറഞ്ഞു. അപ്പോഴും നമുക്ക് ശ്വാസം വീഴണ. എന്റെ നല്ലതെന്ന് പറയുന്ന ആദ്യത്തെ അടപ്പുള്ളിയാ. അതൊരു എനർജിയായി. അതൊരു എനർജിയായി. അതുകൊണ്ട് തന്നെ ഇപ്പൊ ചേട്ടൻ എന്നെ ഇന്റർവ്യൂ എടുക്കണമെന്ന് പറയുന്നതിന്റെ കാര്യമില്ല കേട്ടാ. ചിലപ്പോട്ടാ എനിക്ക് അതിന്റെ സൈക്കോളജി ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും. കുഞ്ഞുനാൾ മുതലുള്ള നമ്മളുടെ ഈ മാറ്റി നിർത്തപ്പെടലിന്റെ ഒരു ട്രോമ നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ ആ ട്രോമ നമ്മളെ എപ്പോഴും നമ്മൾ പുറകിലാണെന്നും നമ്മളെ ഇവരാരും പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നല് ഉൾവലിവായിട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഞാൻ ഇപ്പോഴും ഈ നടന്മാരുടെയൊക്കെ ഗൂഗിളിലൊക്കെ നോക്കുമല്ലോ, ഇങ്ങനെ യുവ നടന്മാരുടെ പേരൊക്കെ ഒരു ലിസ്റ്റൊക്കെ വരുമല്ലോ, ഇവരുടെ ഏജ് ഞാൻ നോക്കുമ്പോൾ നമ്മൾ വരാണ്. അപ്പൊ ഇത് ഞാൻ എന്റെ മനസ്സിൽ ഇതിന്റെ സത്യാവസ്ഥ അറിയാമെങ്കിൽ പോലും പക്ഷെ ഞാൻ അറിയാണ്ട് അങ്ങനെ ആയിപ്പോവും. അപ്പൊ ഞാൻ ചേട്ടൻ എന്നെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറയണ പോലും എനിക്കിതിപ്പോ ഓക്കെ എന്നെ ചേട്ടൻ പരിഗണിച്ചല്ലോ എന്നുള്ള ഹാപ്പിനെസ്സിലാണ് നിൽക്കുന്നത്. ആ ഒരു ചിന്ത എല്ലാത്തിലും ഉണ്ട്. അതായത് നമ്മൾ തന്നെ നമുക്കൊരു ഊർജം കൊടുക്കേണ്ടി വരും അല്ലേ പറഞ്ഞ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയേറെ സക്സസിനിടയിലും അല്ലെങ്കിൽ ഇങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ ഒരു ബിബിന്റെ കുട്ടിക്കാലം തന്നെ ബിബിൻ എവിടെയോ ഒരു ട്രോമയിലേക്ക് അത് എപ്പോഴും ഉണ്ട്. ചിലപ്പോ ഒരു ഫോട്ടോ എടുക്കാണ്ട് ചിലപ്പോ അവരെ അറിയാണ്ടൊക്കെ ആയിരിക്കും ചേട്ടാ. നമ്മൾ ഒരുമിച്ച് നിൽക്കണു കൂട്ടുകാര്, ഞാൻ ഇങ്ങനെ മുറകോട്ട് പോകുമ്പോ അവരെല്ലാരും കൂടി ഒരു ഫോട്ടോ എടുക്കണ ഞാൻ കാണൂലേ. കാണുമ്പോ എനിക്കപ്പോ വിഷമം തോന്നും. അത്രയും വിഷമിക്കേണ്ട കാര്യമില്ല. അല്ല, പിന്നെ അവിടെ ഒരു അറിവില്ലായ്മയും ഈ പറയുന്ന ഇത് ഞാൻ പറഞ്ഞ ഇതെല്ലാം തിരുത്തി ശരിയായി വന്ന കാര്യമാണല്ലോ. അപ്പൊ അതൊക്കെ ഒരു പ്രശ്നമായിരിക്കും. പക്ഷെ അന്നത്തെ നമ്മളിലെ കുട്ടിക്ക് ഇതൊരു കുറെ കാലത്തെ നമ്മളൊരു പിന്തള്ളപ്പെട്ട ഒരു വേദനയായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ. പക്ഷെ ഞാൻ ഇപ്പം ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണല്ലോ ഈ സിനിമയിൽ വരുന്നത്. ഞാനതാ പറഞ്ഞത്, എനിക്കറിയാം ഇപ്പം ഷാഫി സാർ നേരിട്ടത് കാസ്റ്റ് ചെയ്യപ്പെടുകയാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം തൊട്ടതെല്ലാം പൊന്നാക്കിയൊരു ഫിലിം മേക്കർ നായകനായിട്ടാണ് പ്ലേസ് ചെയ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞ സിനിമയുടെ ഒരു സക്സസോ ഫെയിലിയറോ എന്നല്ല, എവിടെ കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ ഈ ഒരു ത്രൂ ഔട്ട് ഒരു സിനിമയിൽ ത്രൂ ഔട്ട് നായക വേഷം ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഗതി വന്ന സമയത്ത് അതെങ്ങനെയാണ് പേഴ്സണലി ഇത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ അതുപോലത്തെ കാര്യം വരുമ്പോഴും ഈ വിഷ്ണു എന്നുള്ള സൗഹൃദം
കൂടെ ഉണ്ടാവാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുമോ? അത് അവന് നമ്മളുടെ പടത്തിന്റെ എഴുത്തിനൊന്നും അവന് ഹെൽപ്പ് ചെയ്യാനോ സഹായിക്കാൻ പറ്റില്ല. കാരണം അവൻ വികടകുമാരൻ എന്ന് പറഞ്ഞ പടത്തിന്റെ തിരക്കിലായി പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വിളിച്ചപ്പോ അവന് ആഗ്രഹം ഉണ്ടായി, പക്ഷെ അവന് സഹായിക്കാൻ പറ്റില്ല. ഈ കുഞ്ഞുനാള് മുതലുള്ള ആഗ്രഹം നായകനാവുക തന്നെയാണ് അന്ന് തീരുമാനിക്കുന്നത്, നടനാവാനല്ല. അന്ന് മുതലുള്ള ഒരു കാര്യം വന്നിട്ട് ബിഞ്ചു സുനിൽ എന്ന് പറഞ്ഞ 2 പേര് എന്നെ വെച്ചൊരു പടം എഴുതിക്കൊണ്ട് വരിക. അത് കഥ കേട്ടിട്ട് വർക്കൗട്ട് ആവുകയും അത് ഷാഫി സാറിനോട് പറയുമ്പോൾ ഷാഫി സാർ ഓക്കെ അടിക്കുക. ഷാഫി സാറിനോട് ഞാൻ അധികം ചോദിച്ചിട്ടുണ്ട്, ചേട്ടൻ ചോദിച്ചത് ഇത് എവിടെ നിന്ന് കിട്ടി? കാരണം സാർ അതുവരെ സൂപ്പർ സ്റ്റാറുകളെ മാത്രം വെച്ച് ചെയ്ത, പുതുമുഖങ്ങളെ വെച്ച് ചെയ്തിട്ടില്ല. ഇത് എവിടെ നിന്ന് കിട്ടി? അപ്പൊ പുള്ളി അന്ന് ഈ ഫൈറ്റ് എടുത്ത ദിവസമില്ലേ റോൾ മോഡലില് ഷാഫി സാർ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ ധൈര്യം എനിക്ക് ഷാഫി സാറിനോടും തീരാത്ത നന്ദി അതിന്റെ പേരില്ല. ഞാൻ എന്നെ കണ്ട ഒരു കാഴ്ചയില്ലേ, അത് അവര് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാണാൻ അവർക്ക് പറ്റി. ഇല്ലെങ്കിൽ ആ പടത്തിൽ മെയിൻ വില്ലനായിട്ട് എങ്ങനെ എന്നെ കാസ്റ്റ് ചെയ്യുന്ന റാഫി സാർ ചോദ്യമുണ്ട്. റോൾ മോഡൽ നായകനായിട്ടും അത് വേറെ മുൻപ് വേറൊരു പടത്തിൽ അങ്ങനെ ഒരു പെർഫോമൻസ് കണ്ടിട്ടല്ലല്ലോ കാസ്റ്റ് ചെയ്യുന്നത് അല്ല. പക്ഷെ എവിടേക്കോ, അതായത് റാഫി സാർ എന്നെ കാണുന്നത് വെൽക്കം ടു സെൻട്രൽ ജയിലില് ദിലീപേട്ടനെ തല്ലണ ഒരൊറ്റ സീനിലാണ്. അപ്പൊ അതിലെവിടെയോ അവർക്കത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവാം. ഈ നായകനായിട്ടുള്ള ഫസ്റ്റ് സീൻ എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു ഷോട്ടാണല്ലോ ഏട്ടാ. ഫുൾ ക്രൂ നമ്മളെ നോക്കി നിൽക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റർ ഓഫ് അട്രാക്ഷൻ ഷാഫി സാർ ഒരുത്തിനെ കൊണ്ടുവന്നേക്കാണ്. ഇവൻ എന്താ ചെയ്യുന്നത് ഇത് നോക്കിയായിരിക്കുമല്ലോ എല്ലാവരും നിൽക്കുന്നത്. ആദ്യത്തെ ഷോട്ട് ഇന്റർവെല്ല് കഴിഞ്ഞ്, ചേട്ടൻ ബോംബ് കണ്ടിട്ടുണ്ടോ? ഇന്റർവെല്ല് കഴിഞ്ഞ് അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള ഷൂട്ട് ചെയ്യണം. ഒരു ജീപ്പിൽ കൊണ്ടുവന്ന് ഷാജു ചേട്ടൻ നിർത്തിയിട്ട് കേരളാന്ന് പറയുന്നു. ഞാൻ പറയുന്നു ഇല്ല ഏട്ടാ, അല്ലേ സാറേ എന്ന് പറയുന്നു. കയറി എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ചേട്ടാ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പ്രഷർ അടിച്ചിട്ട് ഡയലോഗ് പറയണതിന് പകരെ ഇങ്ങനെ ചുണ്ട് കോടിപ്പോയി. എൻ്റെ 3 തവണയാണ് കോടിപ്പോയത്. ടെൻഷൻ കയറിയിട്ട്. കാരണം ഇതിന്റെ നമ്മുടെ ആഗ്രഹ സഫലീകരണമാണ്. പക്ഷെ ആളുകൾ ഇങ്ങനെ നോക്കുന്നത്. പിന്നെ എനിക്ക് ഡാൻസ് കളിച്ചപ്പോ ഞാൻ ഈ പറഞ്ഞ ചൈൽഡ്ഹുഡ് ട്രോമ ഓടി. പിന്നെ മാറി നിന്ന് കരഞ്ഞ് ദിനേശ് മാസ്റ്ററാണ് എന്നെ തിരിച്ച് ഇതിലേക്ക് ധനുഷിന്റെ കഥയൊക്കെ പറഞ്ഞു തന്ന്. ധനുഷ് ഇതുപോലെ കരഞ്ഞിട്ടുണ്ട്. ധനുഷിന് എല്ലാരും ചായ കൊടുക്കണ ആളുകൾ വരെ ഹീറോ പോയിട്ട് എന്ന് പറയും. എനിക്ക് ബോംബ് കഥയുടെ ഷൂട്ടിന്റെ ഇടയിൽ എല്ലാരും വന്ന് എന്നോട് ചോദിക്കുമായിരുന്നു ആരെ പടത്തിന് ഹീറോ. അങ്ങനെ അത് എൻജോയ് ചെയ്യാവുന്ന തരത്തിലേക്ക് അന്ന് ബിബിൻ വളർന്നു. അതൊരു പരിഹാസം വേദന അന്നാവുന്നില്ല. പക്ഷെ നിങ്ങൾ ഇതിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിൽ തന്നെ ഹ്യൂമർ കണ്ടെത്തി ആ സിനിമ ഓടിച്ച് ഇവിടെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ആക്കി. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഇപ്പൊ ഉള്ളത് അതൊരു ട്രോമയാവില്ല. പക്ഷെ സമാന സ്വഭാവമുള്ളവർക്ക് അങ്ങനെ ആയിരിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇപ്പം ഇതുപോലൊരു കുട്ടിക്ക്, ഞാൻ പറഞ്ഞ ഇതേ ആഗ്രഹങ്ങളിൽ ഇതുപോലൊരു കുട്ടിക്ക് കടന്നു വരേണ്ട വഴി, തരണം ചെയ്ത് വരേണ്ട വഴി ഇത്രയാണല്ലോ. ഇപ്പം വിപിൻ ഭയങ്കര ഫണ്ണി ആയിട്ടാണ് പറഞ്ഞത്. മറ്റേ ജിനി തിയേറ്റർ എന്നുള്ള വരവ് ഭയങ്കര എളുപ്പമാണ്, പോക്കാണ് പ്രയാസം എന്ന് പറഞ്ഞത് ശാരീരികമായിട്ടുള്ള ഒരു വിഷമം കൂടിയാണ് പറയുന്നത്. അല്ലെങ്കിൽ വിഷ്ണുവിനോട് പറയുന്നത് എനിക്ക് അവിടെ വരെ വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇവിടെ ഇരിക്കും എന്ന് പറയുന്നിടത്ത് ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഒരു ഒത്തൊരുമ ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു പ്രയാസം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ അതിപ്പോ അത് നിങ്ങൾക്ക് തന്നെ ഹ്യൂമറായിട്ട് എഴുതാൻ പറ്റുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇപ്പൊ സെൽഫ് ട്രോളിനെക്കാളും അതിനെ ഹ്യൂമർ കണ്ടെത്തി എഴുതാൻ പറ്റുന്നു. മറ്റേ പോലീസ് പിടിച്ച് ജയസൂര്യനെ ഫസ്റ്റ് അടിക്കുന്നില്ല കേട്ടോ, അത് എന്റെ റിയൽ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഭരചന്ദ്രൻ IPSന്റെ 2ാം വരവില്ലേ, കമ്മീഷണർ 2ാമത് തിരക്കിന്റെ പെരുന്നാളല്ലോ സരിതയില്. അന്ന് ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് ഇതുപോലെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തു തരുമെന്ന് ചോദിച്ചു. സാർ നിനക്ക് ഇന്ന് തന്നെ കാണണമെന്ന് എന്താണ് അത് എനിക്കിട്ട് കിട്ടിയ അടിയാ. അപ്പൊ അതൊക്കെ നമ്മൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചേട്ടൻ ശരിക്കും ഈ അമർ അക്ബർ എന്തോണിയിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ശരിക്കും സ്ക്രീനില് ബിബിനെ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്താണ് ജയന്റെ ക്യാരക്ടർ ജയസൂര്യ വരുന്നത്. പക്ഷെ അത് നിങ്ങളെ സംബന്ധിച്ചുള്ള എഴുത്തുകാരെന്ന രീതിയിൽ സൂപ്പർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന സംഗതിയാണ്. എന്നാൽ പോലും എവിടെയെങ്കിലും ഒരു വ്യക്തിപരമായിട്ട് നമ്മളാണല്ലോ അവിടെ വരേണ്ടത്, നമ്മളവിടെ എത്തേണ്ടതാണെന്നുള്ളൊരു സംഗതി തോന്നുവോ? അല്ലെങ്കിൽ ഇല്ല, എനിക്ക് സിനിമ വർക്കൗട്ട് ആയതിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ ആകെ തോന്നിയെന്നറിയാമോ, ഇനി എനിക്ക് സിനിമ ഉണ്ടാവൂല എന്നുള്ളൊരു ബോധം വന്നു എനിക്ക്. ചേട്ടന് മനസ്സിലായോ?
ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തിന്, ഇങ്ങനത്തെ ഒരു വയ്യാത്ത ഒരാളുടെ കഥാപാത്രത്തിന്റെ പീക്ക് അതിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. കോമഡിയാണ്, ബോൾഡാണ്, അയാളെ പറ്റി സിമ്പതി ഇഷ്ടമല്ല, എല്ലാം എന്റെ സ്വഭാവം തന്നെ ഞാൻ വെച്ചേക്കുന്നത്, ഇഷ്ടമല്ല. പിന്നെ അയാളുടെ കാല് തിരുമുന്ന ബിന്ദു പണിക്കർ ചേച്ചി തിരുമണ ഒരു ഷോട്ട്, ലാസ്റ്റ് പെണ്ണ് കിട്ടുന്ന അറിക, അതും ഹീറോയിസവും എഴുതി വെച്ചിട്ടുണ്ട്. നായിക ഇയാളാണ് സ്നേഹിക്കുന്നത് എന്ന് പറയുന്നിടത്ത് അത് ഫില്ലായി. പണ്ട് എന്നെ റിജക്ട് ചെയ്തതിന്റെ ഇഷ്ടം അല്ല, എനിക്ക് കായ് വയ്യാത്തോണ്ടാണ് നിന്നെ ഇഷ്ടമല്ലാത്തതെന്ന് പറഞ്ഞ ആ പെണ്ണിനെ നിക്കറൂരി കാണിക്കുന്ന ഒരു ഷോ, ചെറുപ്പത്തിലുള്ള ജയസൂര്യനെ കാണിച്ചു. ഞാൻ നിക്കറൂരി കാണിച്ചിട്ടില്ല, പക്ഷെ അതുവരെ ഓക്കെയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അതെല്ലാം ഫില്ല് ചെയ്ത് വെക്കുക. അപ്പൊ എന്റെ വിചാരം ഇനി ഇങ്ങനത്തെ ഒരു കഥാപാത്രം, ആ പടം ഹിറ്റാവുകയും ചെയ്തല്ലോ, ഇനിയപ്പോ എനിക്കൊരു കഥ ഉണ്ടാവില്ല. പക്ഷെ നല്ലൊരു സ്ക്രിപ്റ്റ് ദൈവം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി അതിനനുസരിച്ച് അടുത്തതിലേക്കുള്ള ഫസ്റ്റ് പടം കഴിഞ്ഞിട്ട് ചേട്ടാ സത്യസന്ധമായിട്ട് ആ പടം 100 ദിവസം ഓടിയ പടം, മുമ്പ്. പക്ഷെ ഇനി അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളതിൽ എനിക്ക് സത്യമായിട്ടും ചോദ്യചിഹ്നം ഉള്ളിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നമ്മളത് എണ്ണി നോക്കി, ഞാൻ ആ ശുക്രനും കൂടി കൂട്ടിയിട്ട് 11ാമത്തെ സിനിമയായി. അല്ല, കൂടുതൽ അതിന് മുമ്പ് ചെയ്തവിടെ 11 പടമായി ഹീറോ ആയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്ത് സത്യം നോക്കിയാ, ഓരോന്നും വന്നത് ജൈവരാജ്യങ്ങളിൽ ഉപരിയായിട്ട് അതിന് സ്നേഹത്തോടെയും അതിന് വിളിച്ച ഓരോ ആളുകളോടും ഞാൻ സത്യം പറയട്ടെ ചേട്ടാ, പറഞ്ഞു വിശ്വസിക്കുന്ന അറിയത്തില്ല, ഓരോ ആളുകൾ കഥ പറയാൻ വിളിക്കൂലേ, കഥ പറയാൻ ഇങ്ങനെ വന്നിരിക്കുമല്ലോ ഏട്ടാ. അപ്പൊ എൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് പറ്റുന്ന എൻ്റെ ഏറ്റവും മികച്ച ഒരു കഥയായിരിക്കണേ ഇതെന്ന് പ്രാർത്ഥിച്ചിട്ടാ കേക്കല്. അത് സത്യമായിട്ടും അതെ. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്നെ ഇവർ ഞാൻ ചേട്ടനോട് പറഞ്ഞില്ല, എന്നെ ഇവിടെ ഞാൻ ഇരിക്കുന്നതിൽ സന്തോഷം എന്ന് പറഞ്ഞ പോലെ എന്നെ ഇവർ പരിഗണിച്ചല്ലോ. ആദ്യം വരുന്ന എൻ്റെ തോട്ട് അതാണ്, എന്നെ പരിഗണിച്ചല്ലോ എന്നുള്ളതാണ്. അത് എന്തുമാത്രം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ വരയ്ക്കും അത് എത്ര വലിയ കാര്യം. പിന്നെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ല ചിന്തിക്കുക, പക്ഷെ അങ്ങനെയല്ല. സത്യസന്ധമായിട്ട് പറയാൻ ഓരോ കഥ പറയാൻ തന്നെ ഒരു അത്രയും റെസ്പെക്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു പോയിന്റും ഉണ്ട്. ഞാൻ റിജക്ട് ചെയ്യുന്ന, കൊള്ളൂല എന്ന് പറയുന്ന, അല്ലെങ്കിൽ പോരാ എന്ന് പറഞ്ഞിട്ട് വേണ്ടെന്ന് വെക്കുന്ന കഥകളില്, അവർക്കൊക്കെ ഞാൻ വലിയ മഹാപരാധം ചെയ്ത ആളുമാണ്. നോർമൽ ഒരു ആർട്ടിസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ നമ്മള് സംസാരിച്ചു തുടങ്ങുന്നതിന് പറയുമ്പോ ഇയാൾക്ക് എന്താ ആദ്യത്തെ ദിവസം പടം കാണേണ്ട കാര്യം എന്ന് പറയുന്നത് പോലെ, മറ്റേ ബിയർ കഴിച്ച പറഞ്ഞ ഇവൻ ആ കാലം അത് ആ കൺസെപ്റ്റ് ഇപ്പോഴും ഉണ്ട്. കഥ അവിടെ ബിബിൻ ജോർജ് എന്ന് പറയുന്ന ആക്ടറിനെ അല്ല അവര് കൺസിഡർ ചെയ്യുന്നത്. അല്ല, അവര് കഥ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്നാള് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇന്നാള് ഒരാൾ ഒരു കഥ വന്ന് പറഞ്ഞു, ആ കഥ വർക്കൗട്ട് ആയില്ല. അപ്പൊ ഞാൻ റൈറ്റർ ആയതുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ കുറ്റം പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ആവും എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, അയാളെ ഹേർട്ട് ആവാതിരിക്കാൻ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇപ്പം ചെയ്യുന്നത് ഒരു ഗ്രാമപരിപാടി തന്നെയാണ്, അപ്പം അതുകൊണ്ട് നമുക്കിത് പിന്നെ ആലോചിക്കാം എന്ന് പറഞ്ഞ് വളരെ മാന്യമായിട്ട് ഞാൻ പറഞ്ഞു. പക്ഷെ അയാളുടെ സെക്ഷനിൽ അന്ന് രാത്രി പോയി പറഞ്ഞത് അവൻ ഗ്രാമപ്പടം ചെയ്യൂല എന്ന്, അങ്ങനെ അവൻ പോയി ഗാലക്സി ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര ചർച്ച, എന്നെ പറ്റി ചീത്ത. അപ്പൊ എല്ലാരും ഏറ്റുപിടിക്കുമല്ലോ, അവൻ എന്തിന്റെ. അപ്പൊ ഇത് ഔദാര്യമായിട്ട് മനോഭാവത്തിൽ, അതായത് ഈ ഒരു കുഞ്ഞു ബിബിൻ ഈ പറഞ്ഞ നിലമ്പതിഞ്ഞ കാക്കനാട് കണ്ട അതിലെ ആ മനോഭാവമുള്ളവർ ഇപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവരെ നമുക്ക് തിരുത്താൻ പറ്റുന്നത് ഔദാര്യമായിട്ട് നമ്മൾ റിജക്ട് ചെയ്യുമ്പോഴേ അവർക്ക് അവരെ ആർക്കും നമ്മൾ കൊണ്ടേ കൊടുത്തിട്ട് അവന് ആ സാധനത്തിലാണ് അതിനെ പിടിക്കുന്നത്. അതും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഒരു കാര്യം കൂടി ഉള്ളത്, ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ ആദ്യം ഇപ്പം പല ആളുകളുടെ വലിയ മുഖങ്ങളും ഇതിനൊക്കെ കൈയടിച്ചെടുത്തുന്ന ആദ്യത്തെ സിനിമ കണ്ട, അല്ലെങ്കിൽ ബിബിൻ നായകനായിട്ടുള്ള ആദ്യ സിനിമ ഫസ്റ്റ് സ്ക്രീനിൽ മുഖം കണ്ടിട്ടുള്ള ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അതെവിടെ വെച്ചാ കണ്ടത്? എങ്ങനെയായിരുന്നു? പത്മ തിയേറ്ററിൽ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തിയെന്ന് അറിയാമോ? 50 ദിവസത്തിന് മുകളിൽ ഞാൻ എല്ലാ ദിവസവും സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ട് ഞാനിങ്ങനെ എൻ്റെ സ്ക്രീനിലേക്ക് നോക്കും, ഓഡിയൻസിനെ നോക്കും, ഞാൻ കരയണ സീനിൽ ഇവർ കരയുന്നുണ്ട് പറയണ, അങ്ങനെ കണ്ടിന്യൂസ് പോയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നും കൂടി പറയാം. എങ്ങനെ പോയെന്നറിയാമോ? അന്ന് വെള്ളപ്പൊക്കം വന്നല്ലോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ തന്നെ. അപ്പൊ പിന്നെ ഞാൻ ആൽവിൻ ചേട്ടന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു താമസം. പനമ്പിള്ളിയാറ് തൊട്ടടുത്താണ്. നേരെ പത്മയിൽ വരും, തിയേറ്ററിൽ വരും, എല്ലാ ഓഡിയൻസിനെ കാണും, എന്നെ കാണും. അതൊരു വലിയൊരു മൊമെന്റ് ആയിരുന്നു കേട്ടാ. ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് എന്നെ എല്ലാവരും കൂടി പൊക്കിയെടുത്തിട്ട് വന്ന വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട് ഫേസ്ബുക്കിൽ. അത് ദൈവം കനിഞ്ഞു തന്നത് എൻ്റെ അപ്പൻ്റെയും അമ്മേൻ്റെയും
ഞാൻ എങ്ങനെയാണ് ഭാഗ്യവാനാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പറയാൻ ആരും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടല്ലോ. അതില് എല്ലാം ചെയ്യാൻ പറ്റുന്ന, അതായത് ഫൈറ്റ് ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡാൻസ് പറ്റുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ ഏബിൾ ആക്കുക. മലയാള സിനിമ പോലൊരു സ്ഥലത്ത് മമ്മൂക്ക ഷൈലോക്കിൽ ഒരു പാട്ടിന്റെ ഒരു ഷോട്ട് കണ്ടിട്ട് എന്നോട് നന്നായിട്ടുണ്ടെന്ന് പറയുക. ഞാൻ ഇതെല്ലാം ഭയങ്കര പ്രിഷ്യസ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞ ആ പരിഗണനയാണ്. ആ പുള്ളി ഇരിടാ എന്ന് പറയുന്ന ആ ഇരിക്കാൻ കിട്ടുന്ന ഒരു കസേര, ഞാൻ ഇതൊന്നും ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യാത്ത ഒരാളാണ് കേട്ടോ. അപ്പൊ അതെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് സിദ്ദിഖ ബോംബ് കഥ കണ്ടിട്ട് എന്നോട് ആക്ടർ സിദ്ദിഖ വിളിച്ച് എന്നെ അഭിനന്ദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ജോണി ആന്റണി ചേട്ടൻ മാർഗംകളി കണ്ടിട്ട് മാർഗംകളിനെ പറ്റി പറഞ്ഞത്. അതായത് ഏറ്റവും സന്തോഷം ഉർവശി ചേച്ചി, ഞാൻ ദൈവത്തെ പോലെ കാണുന്നതാണ് നടി എന്നുള്ള രീതിയിൽ. ഉർവശി ചേച്ചി ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ബമ്പർച്ചിരിയിൽ ഞാനിപ്പോ ജഡ്ജസ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ വന്നപ്പോഴും പുള്ളിക്കാരത്തി എന്നോട് ഒരു തവണ, ഞാൻ ശരിക്കും പറഞ്ഞ സൂര്യയുടെ പടമില്ലേ സുറേ പോട്ടർ, അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പകുതി എത്തി ചേച്ചിയുടെ കരച്ചിൽ കണ്ടപ്പോ ഫോണില് ജയിച്ചിടമാരാന്ന് പറയില്ലേ, അത് കണ്ടിട്ട് ഞാൻ പോസ് ആക്കിയിട്ട് ചേച്ചിയുടെ നമ്പർ തപ്പിയെടുത്ത്. അന്ന് കൊറോണ ടൈമാണ്. ഞാൻ അങ്ങോട്ട് വിളിച്ച്, ചേച്ചി എന്റെ പേര് ബിബിൻ എന്നാണ്, ഞാൻ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കൂടെ എഴുതണം. കാരണം എന്നെ അറിയില്ല, കാരണം ഞാൻ മാർഗംകളിയെ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. മാർഗംകളി തിരുമാലി കഴിഞ്ഞു. ചേച്ചി പക്ഷെ എന്നോട് തിരിച്ച്, എനിക്കറിയാം ബോംബ് കണ്ട്, ഞാൻ മാർഗംകളി കണ്ട്, നീ നല്ല അങ്ങനെ നടനാന്നൊക്കെ പുള്ളിക്കകത്ത് ഇങ്ങോട്ട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അത് തന്നെ പുള്ളിക്കാരി ബമ്പർച്ചിരിയിലും എന്ന് പറഞ്ഞു. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ നേട്ടങ്ങളാണ്, മനസ്സിൽ നിന്ന് മായാത്ത കുറെ കാഴ്ചകളും. ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇപ്പം ഈ പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എഴുതി, അതായത് എഴുത്ത് തുടങ്ങുന്ന നിങ്ങളെ തന്നെ, പക്ഷെ എന്നിട്ട് ഇവിടുത്തെ എണ്ണം പറഞ്ഞ പ്രധാനപ്പെട്ട ആക്ടേഴ്സ് ഇപ്പൊ പുതിയ ആളുകൾ കഥ പറയാൻ വരുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പോ ഏത് തരം, ഇപ്പം ശുക്രൻ ഉണ്ട്, കൂടലുണ്ട്, ഇപ്പം ഇപ്പോ എല്ലാ തരത്തിലും ഒരു കോൺഫിഡൻസ് ഉള്ള ആക്ടർ എന്നുള്ള രീതിയിൽ നല്ല നിലക്ക് കോൺഫിഡൻസിലേക്ക് എത്തിയോ? എങ്ങനെയാണ് ഒരു സെൽഫ് ഇവാലുവേഷൻ? ഞാൻ ഇനി എങ്ങനെ എന്ത് ചെയ്യും, ഇനി എന്റെ അഭിനയം മോശമാണെന്ന് നമുക്ക് തോന്നിയ ഒരു ഘട്ടമായിരുന്നു ഞാൻ പറഞ്ഞു നേരത്തെ ഒരു വർഷത്തോളം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന എന്നോടൊരു ആക്ടർ ചോദിച്ചാണ്, എന്നെ അറിയാവുന്ന പേഴ്സണലി ചോദിച്ചാണ്, നിന്നോട് ആദ്യം നല്ലൊരു നടനാന്ന് പറഞ്ഞ ആരാണ്? ഫഹദ്. സിദ്ദിഖിനെ പോലെ ഒരു നടൻ പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്. ഇവരെയൊക്കെ വിശ്വസിക്കാതെ നീ വേറെ ആരെ വിശ്വസിക്കുന്നത്? അവരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതല്ലേ നമ്മൾ പരിഗണിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ കിട്ടിയൊരു വിശ്വാസമുണ്ട്. പിന്നെ ഇപ്പൊ ചെയ്ത പടം ഇപ്പൊ കൂടുതലാണ് കേട്ടോ, നമ്മുടെ റിലീസിന് 27-ാം തീയതി റിലീസ്. നമ്മൾ അതിനെ പറ്റി പറഞ്ഞില്ല. 27-ാം തീയതി റിലീസാ. കൂടുതലുടെ എനിക്ക് കഥകള് ഇഷ്ടപ്പെട്ട് ചെയ്യലാണല്ലോ. ഞാൻ ഇതിന്റെ ഇടയിൽ ഒരുപാട് പടങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ മാറ്റി വെച്ച സിനിമകളുണ്ട്, വേണ്ടാന്ന് വെച്ച സിനിമകളുണ്ട്. കൂടുതൽ ഇന്ന് വരെ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എനിക്കത് പറയാൻ പറ്റൂല, എൻ്റെ എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഏതൊരു ആർട്ടിസ്റ്റിനും ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. ചെയ്യാനുണ്ടെന്ന് പറയില്ലേ, ചെയ്യാനുണ്ടെന്ന് പറയുന്ന ഒരു സാധനം. ഇതൊരു ക്യാമ്പിംഗ് പശ്ചാത്തലത്തിൽ സ്ട്രേഞ്ചേഴ്സ് ആയ ആളുകൾ ഒത്തുകൂടുന്ന ഒരു സ്ഥലത്ത് അത് നടത്തുന്ന ആളാണ് ഞാൻ. ജീവിതത്തിൽ ആദ്യമായിട്ട് കുറെ ഡയലോഗുകൾ കാണാപ്പാടം പഠിച്ച് പറഞ്ഞ് അറ്റൻഷൻ സീക്കർ ആണല്ലോ. അപ്പൊ ഈ ഫിലോസഫിയും അതും ഇതും വായിൽ കൊള്ളാത്ത ഡയലോഗുകളൊക്കെ നമ്മളെല്ലാ നടന്മാരെയും നമിച്ചു പോയി ആ സമയത്ത്. അങ്ങനെ ഒരു ഇത്. അപൂർവപുത്രന്മാരാണെങ്കിൽ ഫുൾ ഹ്യൂമർ. അവിടെയാണ് നിങ്ങളുടെ കോംബോ. വിഷ്ണു ഞാനും കൂടി ഫുൾ ഹ്യൂമർ, ത്രൂ ഔട്ട് ഹ്യൂമർ ആണ് ആ സിനിമ. ശുക്രൻ എന്ന് പറഞ്ഞാല് ഭയങ്കര സന്തോഷമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയ ദിലീപേട്ടന്റെ ഒക്കെ ജോണറില്ലേ, അതായത് ദിലീപേട്ടനോട് നമുക്ക് ഭയങ്കര സ്നേഹം തോന്നുന്ന കുറെ സിനിമകളുണ്ടല്ലോ. പുള്ളി ഈ പാവമാണ്, എല്ലാ കുറ്റമൊക്കെ തലയിലൊക്കെ വന്നിട്ട് അങ്ങനത്തെ കുറെ ജോണറുകൾ. ഈ പഞ്ചാബി ഹൗസില് അടിയൊക്കെ കൊണ്ടിരിക്കൂലേ, അങ്ങനത്തെ കുറെ മുഹൂർത്തങ്ങളുള്ള പടങ്ങൾ. അപ്പൊ മൂന്ന് ജോണർ ഓഫ് പടങ്ങളാണ് ഇപ്പൊ ഇനി ഇറങ്ങാനുള്ളത് എന്റെ. അപ്പൊ ഈ പറഞ്ഞ പോലെ മൂന്നും ചെയ്ത് കഴിഞ്ഞപ്പോ എന്തിന് എനിക്ക് ഗുമസ്തനിലെ ക്യാരക്ടറാണ് ചേട്ടൻ കണ്ടായിരുന്നത്. ആകെ ഒരു 10 മിനിറ്റ് സംഭവമുള്ളൂ. ഞാൻ ഈ ആഫ്റ്റർ ലോങ് ടൈം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വന്ന് അഭിനയിച്ച പടം.
അത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നു. ഞാൻ സ്ക്രീനിൽ എന്നെ കണ്ടപ്പോഴും നമ്മളൊരു ഫുൾ ക്യാരക്ടർ ചെയ്യുന്ന പോലെ അല്ലല്ലോ 5-6 ദിവസം പോയി ചെയ്യുന്ന, അതൊരു ക്യാരക്ടറായിട്ട് ചെറിയ സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്റെ ആ മരണം ആളുകളുടെ കണ്ണ് നിറച്ചാലാണ് ആ ബാക്കി ഓടുകയുള്ളൂ, സിനിമ തന്നെ വർക്കാവുള്ളൂ. അപ്പൊ അത് വർക്കായപ്പോ എനിക്ക് ചേട്ടൻ പറഞ്ഞ പോലെ ഒരു കോൺഫിഡൻസ് വന്നു. പിന്നെ അത് കഴിഞ്ഞ് ബാഡ് ബോയ്സ് വന്നു. ബാഡ് ബോയ്സിലും ഈ പറഞ്ഞ പോലെ എനിക്ക് കുറെ ലൈസൻസ് ഉണ്ടായിരുന്നു. ഈ ജീവിതത്തിൽ കിട്ടാത്ത കുറെ സാധനങ്ങൾ അതിൽ കിട്ടി. ഒന്ന് ആ വൈശാഖ സന്ധ്യ പാട്ട് എനിക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റി. അതെനിക്ക് വലിയ കാര്യാട്ടോ. അതൊക്കെ ആര് പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞ എനിക്കത് വലിയ കാര്യമാണ്. പിന്നെ അതിൽ തന്നെയാണ് ആറാട്ടണ്ണനെ കളിയാക്കണ ഒരു സാധനം, അത് നന്നായിട്ട് വൈറലായ ഒരു സാധനമാണ്. അപ്പൊ അങ്ങനെ എല്ലാത്തിനും ഞാൻ ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ഹാപ്പിയാണ്, എല്ലാത്തിനും നന്ദിയോടെ തന്നെ ഇവരൊക്കെ ഞാൻ ഓർക്കുന്നു. ഈ എഴുത്തിന്റെ കാര്യത്തിൽ എന്താ ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ഇപ്പം ഒരുപാട് പേര് ഒരു ഡ്യുവോ വന്നിട്ട് തെറ്റിപ്പിരിഞ്ഞല്ല, രണ്ടായി പിരിഞ്ഞ് എഴുതാറുണ്ടല്ലോ. തെറ്റിപ്പിരിഞ്ഞ് പറഞ്ഞത് വേറൊരു പ്രയോഗം. അങ്ങനെ രണ്ടായി എഴുതാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഒരു തുടർന്നുള്ള എഴുത്തുണ്ട്. കാരണം നിങ്ങൾ അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർസിന് വേണ്ടി എഴുതി തുടങ്ങിയിട്ടുള്ള സാധനമാണ്. അവിടെ തന്നെ മൾട്ടി സ്റ്റാർ, നമ്മളിപ്പോ ആലോചിക്കുമ്പോൾ ഒരു മൾട്ടി സ്റ്റാർ പടത്തിലാണ് തുടങ്ങുന്നത്. എന്താണ് എഴുത്തിൽ? എല്ലാരും പറയുക ചേട്ടാ, ഞങ്ങള് അഭിനയ പരിപാടി ആയതോടുകൂടി എഴുത്തിൽ ഉഴപ്പിയതാ എന്താ പറയാ. അങ്ങനെ ഇല്ല. എന്താ കാര്യം ഞാൻ പറഞ്ഞുതരാം. കൊറോണ സമയത്ത് 3 സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അതിലൊന്നായിരുന്നു വെടിക്കെട്ട്. പിന്നെ ലാലേട്ടന് വേണ്ടി ഒരു കഥ എഴുതി വെച്ചു, അത് ഇപ്പോഴും കയ്യിലുണ്ട്. അത് അദ്ദേഹം കേട്ടു, ലാലേട്ടന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് പറയാം. പക്ഷെ അത് ഞങ്ങള് വേറെ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ ഇപ്പൊ ഒരെണ്ണം ഞങ്ങള് ഫുൾ A to Z വെടിക്കെട്ടിന് ശേഷം ഇനി തമാശ ഇല്ലാതെ വേറൊരു പരിപാടി ഇല്ലാന്നുള്ള തീരുമാനത്തിലായി. അപ്പൊ ചിരിയുടെ വെടിക്കെട്ട് മതി എന്നുള്ളത്. കാരണം നമ്മുടെ സേഫ് ആയിട്ടുള്ള ഒരു പരിപാടി അതാണെന്നുള്ളത്. അപ്പൊ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഈ മൂന്നാമത് എഴുതിയത് ആർക്ക് അത് ഇങ്ങനെ ഓരോരുത്തരുടെ അതെന്താ പേര് പറഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ ആരെങ്കിലും റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പോർഷൻ. അതെ അതെ, ഓൾറെഡി അത്ര ഉണ്ട്. മോഹൻലാൽ സിനിമ ഹ്യൂമർ ആയിരുന്നു ശരിക്കും പ്ലാൻ ചെയ്തത്. മാസ് ഹ്യൂമർ, അത് ഒരു ഉഗ്ര പരിപാടിയായിരുന്നു. അതിപ്പോഴും അത് ലാലേട്ടൻ്റെ അടുത്ത് ഇനി എനിക്കറിയില്ല നടക്കുമെന്ന്, പക്ഷെ നമ്മള് ശ്രമിക്കുന്നുണ്ട്. കാരണം അതൊന്നും അങ്ങനെ മാറ്റി വെക്കേണ്ടാത്ത ഒരു പരിപാടിയായിരുന്നു. അപ്പൊ അതുണ്ട്. ഇനി ഇത് കൂടാതെ എനിക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാല് നിങ്ങൾ രണ്ടുപേരും കൂടി എഴുതി? അല്ല, അതിൽ വിഷ്ണുവില്ല. അത് ഞാൻ എനിക്ക് വേണ്ടി ഒരു സബ്ജക്ട് എഴുതി വെച്ചേക്കുക. അതെന്താ വെച്ചാല് എപ്പോഴെങ്കിലും നമ്മള് ഞാൻ സജ്ജനായിട്ടിരിക്കുക, എപ്പോഴെങ്കിലും ഒരു വീഴ്ചയോ എന്തെങ്കിലും കാര്യം മാറിയാല് നമ്മുടെ കയ്യിൽ അതുണ്ട് എന്നുള്ളൊരു ധൈര്യമുള്ള ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്. ആ സ്ക്രിപ്റ്റ് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എനിക്കൊരു 10 ദിവസം കിട്ടിയാൽ ഞാൻ മുഴുവൻ തീർക്കും. ഞാൻ വിഷ്ണുവിനോട് പെർമിഷൻ എടുത്തിട്ട് തന്നെ അവന് എഴുതിയ, ഞാൻ വിഷ്ണുവോട് എഴുതിയാണ് ഇത്രയും. അതൊക്കെ ചേട്ടാ ഇതിന്റെയൊക്കെ പുറകില് നേരത്തെയും ഈസി അല്ല ചേട്ടാ. ഇപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല തിരക്കാണ്. കുറച്ചു പേരെ ഉള്ളല്ലോ നമുക്ക് ഈ പറയുന്ന ആർട്ടിസ്റ്റുകള്. അപ്പൊ അവരുടെ പുറകെ തന്നെയാണ് ഇപ്പോഴും. സ്റ്റിൽ അവരെ കഥ കേൾപ്പിക്കാനും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഞങ്ങളുടെ ശ്രമങ്ങള് കാണുന്നില്ല. പക്ഷെ വീടും കുടുംബവും എല്ലാം നോക്കേണ്ടത് കൊണ്ട് അഭിനയം ഫിനാൻഷ്യലി നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം എഴുത്തുകാരന്റെ ഒരു പ്രൊജക്ട് അവൻ എഴുതാൻ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം എടുത്ത് എഴുതിയാൽ പിന്നെ ഇത് ആർട്ടിസ്റ്റിന് പുറകെ നടന്ന് അവരുടെ ഡേറ്റ് വാങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് ആദ്യമായിട്ട് അഡ്വാൻസ് കിട്ടുന്നത്. അഡ്വാൻസ് കിട്ടുന്നത്. പിന്നെ സിനിമ ഷൂട്ട് നടന്ന് ലാസ്റ്റ് ഡബിങ്ങിന്റെ ഏരിയ എത്തുമ്പോഴായിരിക്കും അതിന്റെ ബാക്കി കിട്ടുന്നത്. അപ്പൊ അപ്പോഴത്രയും വരെ നമ്മുടെ കുടുംബവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം ചേട്ടൻ. അപ്പൊ അതുകൊണ്ടിട്ട് സേഫ് ആയിട്ടാണ് അഭിനയവും. ഇപ്പൊ നമ്മള് ഞാൻ നേരത്തെ അങ്ങനെ ചിന്തിക്കാത്ത ആളായിരുന്നു. ഞാൻ വളരെ കുറവല്ലേ. വിഷ്ണു കണ്ടിന്യൂസ് പടം ചെയ്തിട്ടിരുന്നതാണ്. ഞാൻ എണ്ണം കുറച്ച് ഞാൻ എഴുത്തിന്റെ കാര്യങ്ങളിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്താണ് ഞാൻ നിന്നേച്ചത്. പക്ഷെ എനിക്ക് പിന്നീട് ഈ പറഞ്ഞ വീട്ടിലിരുന്ന സമയങ്ങളിൽ ഞാൻ എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റുപോയായിരുന്നു. ഫിനാൻഷ്യലി ഞാൻ തകർന്നുപോയി. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ ഉണർവിന്റെയാണ് ഞാനിപ്പോ പരമാവധി എൻ്റെ സ്റ്റേജ് സ്പേസ്, സ്ക്രീൻ സ്പേസ്, അതിനെനിക്ക് ബമ്പർച്ചിരി വലിയൊരു മൈലേജ് തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എല്ലായിടത്തും ഓടി നടന്ന് ഞാൻ ഒരു നിമിഷം പോലും നിൽക്കാതെ കൂടുതലിന്റെ പ്രൊമോഷന് ഒക്കെ നിൽക്കുന്നതിന്റെ കാര്യം. ഈ ഡയലോഗ്സിന്റെ കാര്യം നേരത്തെ പറഞ്ഞപ്പോഴുണ്ടല്ലോ, എപ്പോഴും ഇപ്പൊ ഈ ആളുകളുടെ കോമഡി ടൈമിങ് ഭയങ്കര പ്രധാനമായിട്ട് പറയും. അവിടെ തന്നെ ഇപ്പം നിങ്ങൾ എഴുതിയ ഡയലോഗിന്റെ ഇംപ്രവൈസ്ഡ് വേർഷൻ പറയും. ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഇന്റർവ്യൂവിൽ ജയസൂര്യ വന്നിട്ട് പൃഥ്വിരാജ് നായർ
ഡയലോഗ് മെമ്മറൈസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, കാണാപ്പാടാണ്. ഇപ്പൊ ഇതിൽ 3 ആക്ടേഴ്സിനെ നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഇവരുടെ അസാധ്യ ടൈമിംഗ് വേണം. നമ്മൾ ശരിക്കും നോക്കിയാൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞോണ്ട്. പൃഥ്വി നേരത്തെ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. പൃഥ്വിയെ നിങ്ങളൊരു അടിമുടി ഹ്യൂമറിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന അടിപൊട്ടുന്ന തരത്തിലുള്ള ഒരു ആക്ഷൻ സീക്വൻസിലേക്ക് പുള്ളി പോകുന്നതാണ്. ജയസൂര്യ എന്ന് പറഞ്ഞ ആക്ടർ ആണെങ്കിൽ ഈ പറയുന്ന ഈ പിന്നെ കാലിന്റെ സ്വാധീന ശേഷിയൊക്കെ വേറെ രീതിയിലൊരു പെർഫോമൻസിന്റെ അധിക സാധ്യതയാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇന്ദ്രജിത്തിനെ ആണെങ്കിൽ ഇവർക്കിടയിൽ തന്നെ മത്സരിച്ച് പെർഫോം ചെയ്യുന്ന ഒരാളായിട്ടാണ് നിൽക്കുന്നത്. എങ്ങനെയായിരുന്നു ഇവരെ 3 പേര് നിങ്ങൾ കൺമുന്നിൽ നിങ്ങൾ എഴുതിയ അല്ലെങ്കിൽ നിങ്ങൾ ചിരിച്ച ഡയലോഗ് അവരിലൂടെ ചിരിപ്പിക്കുന്ന ഒരു സംഗതി? ഇവര് 3 പേരും 3 ടൈപ്പ് ഓഫ് ടാലന്റിന്റെ ആൾക്കാരാണ്. രാജുവേട്ടൻ അതുവരെ ഹ്യൂമർ ചെയ്ത കാര്യങ്ങളിൽ നമുക്കറിയാവുന്നതുകൊണ്ട് ഈ നിങ്ങൾ വേറൊരു വീക്ഷണത്തില് അമറക് ബ്രന്തോണിനെ കണ്ടാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള തമാശകളുള്ള പടമാണത്. പ്രതികാരം ചെയ്യാൻ ഇറങ്ങുമ്പോൾ വണ്ടി കേടാവുക എന്ന് പറയുന്നത് ശരിക്കും നടക്കണതാ. പിന്നെ അതിനെ അതിശോക്തി എന്താ കാണിക്കുന്നത്? അതിനെ വണ്ടി ശരിയാക്കാൻ നിന്ന് വൈകുന്നേരം ആകുമ്പോ പ്രതികാരം നാളെ ചെയ്താൽ മതി എന്ന് ചോദിക്കുന്നതാണ് നമ്മളുടെ എഴുത്തിന്റെ വരെ. അപ്പൊ അതേപോലെ റിയൽ തട്ടുകട സീൻ. അപ്പൊ ഈ രാജുവേട്ടനിൽ ഹ്യൂമർ ചെയ്യുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഇത്തിരി പൊടിക്ക് കൂടി കഴിഞ്ഞാൽ ഞാനും വിഷ്ണുവും ഞങ്ങളെ കവികളെന്ന് വിളിക്കണേ, അതൊക്കെ രാജുവേട്ടനെ ഞങ്ങൾ തൊഴുതിട്ടോ. ഞങ്ങൾക്ക് അത് പോയിട്ട് ചേട്ടാ ഇത്തിരി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറയുമ്പോൾ അത് അവർ അന്നത്തെ കാലത്ത് എനിക്കിപ്പം മനസ്സിലാവുള്ള അന്നത്തെ കാലത്ത് ഇപ്പൊ ഞാൻ നടനാകുമ്പോൾ നമുക്കറിയാലോ, പുറത്തുനിന്ന് ഒരുത്തം വന്ന് പറയുമ്പോ ആക്ടർ എന്തുമാത്രം ഇറിറ്റേറ്റഡ് ആവും എന്നുള്ളത് ഇപ്പൊ ബോധമുണ്ട്. പക്ഷെ അന്നൊക്കെ അവരത്രയും പേഷ്യൻസ് ആയിട്ട് നിന്നിട്ടേ ഞങ്ങൾ കുറച്ച് ചെയ്ത്, മനസ്സിലായില്ലേ? അത് മീറ്റർ, ആ ഹ്യൂമറിന്റെ ഒരു മീറ്റർ ഇല്ലേ, അത് കറക്റ്റിലേക്ക് അത് ചെയ്ത്. ജയേട്ടന്റെ പോലെ ഈ അഭിനയിക്കാനുള്ള ഈ ആർത്തി ഉണ്ടല്ലോ, എല്ലാത്തിനോടുള്ള ഒരു പാഷൻ കൂടുതലാ പുള്ളി. ഇപ്പൊ എന്റെ കേസാണെങ്കിലും എന്റെ കുറെ സാധനം പുള്ളി എടുക്കാൻ വേണ്ടിട്ട് എന്നോട് രാവിലെ മുതൽ സംസാരിച്ചിട്ട് എന്റെ കാര്യങ്ങൾ ബോഡി ലാംഗ്വേജ് എടുക്കുക, എന്റെ ചൈൽഡ്ഹുഡ് അറിയുക, ഇതൊക്കെ അറിഞ്ഞിട്ടൊക്കെ പുള്ളി ചെയ്യുന്നത്. അതങ്ങനെ ഒരു രീതി. ഇന്ദ്രേട്ടനാണെങ്കിൽ ഇതൊന്നും ഡോൺ കെയറാ, പുള്ളി വേറൊരു തല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ചെയ്ത സാധനങ്ങളൊക്കെ ഇല്ലേ, അതിൽ നമ്മുടെ ആ 3 പേരില് മറ്റേ കടുവ പിടിക്കുന്നൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ കൂട്ടത്തിൽ അങ്ങോട്ട് ചെയ്തു പോയതായിട്ട് നമുക്ക് അവിടെ തോന്നൂല കേട്ടാ. സ്ക്രീനിൽ പക്ഷെ വേറെ അങ്ങനെ ഉണ്ടല്ലോ. അവിടെ ഒരു സെൽഫ് ട്രോൾ അടക്കം അവര് ചെയ്തൊരു സാധനം ഉണ്ടല്ലോ അല്ലേ, ഇംഗ്ലീഷ് അറിയുള്ള വെറുതെ നാട്ടുകാർ പറയണെന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ അതാ ഞാൻ പറഞ്ഞത്. അതൊരു ചേട്ടാ അതൊരു വിധി പടമാണ്. ഇവർ ഓൺബോർഡ് ആയതിനു ശേഷം വീണ്ടും റൈറ്റിംഗിൽ ഒരു ഇംപ്രൂവൈസേഷൻ വന്നോ? ചിലതിൽ മാത്രം അങ്ങനെ ഭയങ്കരമായിട്ട് ഒന്നുമില്ല. രാജുവേട്ടനിന്റെ ഒക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് രാജുവേട്ടന്റെ അടുത്ത് ഈ സാധനം പോയി പറയുന്നത്. രാജുവേട്ടനാണ് ആദ്യം ചിരിക്കുന്നത്, നമ്മൾ പേടിച്ചാ പറയുന്നത്. ചേട്ടൻ ഞങ്ങളെ സംബന്ധിച്ച് ചേട്ടൻ ആലോചിച്ച് നോക്കണേ, സുജിത്തേട്ടൻ ക്യാമറ, ദൃശ്യമൊക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളി വരുന്നത്. എനിക്കൊന്ന് പാപനാശം കഴിഞ്ഞു. ഈ രാജുവേട്ടൻ ഇവരെ പോലെ ആളുകൾ ഇവരുടെ അടുത്ത് പോയിട്ട് ഈ 2 പിള്ളേര്, നാദിർഷിക്ക എന്ന് പറഞ്ഞൊരു വൻമരം ഉണ്ട് അവിടെ. പക്ഷെ നാദിർഷിക്ക നമ്മളാ സ്ക്രിപ്റ്റിൽ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ പോയി പറയാന്ന് പറഞ്ഞ് ഞങ്ങളെയുള്ള വിടുന്നത്. ഇവരുടെ അടുത്ത് പോയിട്ട് എങ്ങനെ നമ്മള് ചില സാധനങ്ങള് അങ്ങനെയല്ല എന്ന് പറയും. അങ്ങനെയുണ്ടല്ലോ ഏട്ടാ, ചില സാധനങ്ങള് അങ്ങനെ അല്ല എന്ന് പറയണ്ടേ. അപ്പൊ ഇവര് ഞങ്ങളെ 3 പേരെയും 2 പേരെയും എങ്ങനെ എന്തൊന്നും മര്യാദപൂർവ്വം ട്രീറ്റ് ചെയ്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ കൂടൽ ശരിക്കും ഒരു ഗ്യാപ്പിന് ശേഷം നായകനായിട്ട് എത്തുന്ന സിനിമയാണല്ലോ. എന്താണ് ഇപ്പം ഈ തിയേറ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ സക്സസിൽ അങ്ങനെ ഒരു പരിചിത മുഖം എന്ന് മാത്രം മതി, സിനിമയുടെ കണ്ടന്റ് ഹിറ്റ് ആവുന്ന ഒരു ഇൻഡസ്ട്രി ആയി മാറിയല്ലോ. കൂടലിന്റെ കണ്ടന്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത്. ഒന്ന് അതിന്റെ പശ്ചാത്തലം, ഇതുവരെ വരാത്തൊരു പശ്ചാത്തലം, ക്യാമ്പിങ്ങിന്റെ. ഇപ്പോഴത്തെ ഞാൻ തന്നെ ഈ കഥ കേൾക്കുമ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ സംഭവം ഉണ്ടെന്ന് പറയുന്നത്. കുറെ സ്ട്രേഞ്ചേഴ്സായ ആളുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടുക. അപ്പൊ അതിന്റെ ഒരു അപരിചിതത്വത്തിന്റെ ഒരു ഭംഗിയില്ല ഏട്ടാ, പ്രണയത്തിലുണ്ടാവണ ഒരു ഭംഗി. പ്രണയം ആ ദിവസങ്ങളിൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ, അതേപോലെയാണ്. അപ്പൊ എന്നിട്ട് ആ കറക്റ്റ് ടൈം അങ്ങോട്ട് പിരിഞ്ഞു പോവുകയും ചെയ്യും. കൂടുതലെടുത്ത് വന്നിട്ടില്ല. സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന്റെ പടം എന്തായാലും വന്നിട്ടില്ല. അപ്പൊ അതില് 8 പാട്ടുണ്ട്, മനോഹരമായിട്ടുള്ള 8 പാട്ടുകളുണ്ട്. അതിൽ ഇപ്പൊ 2 പാട്ട് പുറത്തിറങ്ങി, അതിൽ ഒരെണ്ണം ഞാൻ പാടിയത് നന്നായി പോകേണ്ടത് 1 മില്യന് മുകളിലായി അത്.
അപ്പൊ ആ 8 പാട്ടുകൾ എന്ന് പറയുമ്പോൾ 8 പാട്ട് ഇങ്ങനെ മുഴച്ചിരിക്കണമല്ല, നമ്മുടെ വിനീതേട്ടന്റെ പടത്തിലേക്ക് പോലെ ആറാറ് പോലെ പോകുന്ന പാട്ടുകളാണ്, അതിന്റെ ഒരു പശ്ചാത്തലത്തോട് ചേർന്ന് പോകുന്ന പാട്ടുകൾ. പക്ഷെ ആ പടത്തിലൊരു വലിയൊരു സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസ് ആണ് അത് കയറി ക്ലിക്കാവുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എനിക്ക് നടനെന്ന രീതിയിലും എല്ലാം കൊണ്ടും കൂടുതൽ ഷാനു കക്കൂർ, ഷാഫി എപ്പിക്കാട് എന്ന് പറഞ്ഞ രണ്ടുപേരുടെ ഡയറക്ടർ, ഷെജീർ പപ്പയാണ് ക്യാമറ. ഈ ഷാഫി എപ്പിക്കാടാണ് ചെക്കൻ എന്ന് പറഞ്ഞ പടം ചെയ്തത്. അതിലെ മറ്റേ ഒരു കാറ്റ് മൂളണ് ആ പാട്ടൊക്കെ അതിലെയാണ്. അപ്പൊ അവരുടെ എന്തുകൊണ്ടും ഒരു വ്യത്യസ്തമായ പ്രമേയമായിരിക്കും അത്. പിന്നെ ഈ ചേട്ടൻ പറഞ്ഞില്ലേ, കണ്ടന്റിനെ വിശ്വസിച്ചാണ് നിൽക്കുന്നത്. ഏതായാലും അത് വലിയ രീതിയിൽ സക്സസ് ആവട്ടെ. അതിനൊപ്പം ചോദിക്കാനുള്ളത്, ഇപ്പം വിപിൻ തന്നെ പറഞ്ഞിരുന്നു, ഇപ്പം അച്ഛന്റെ മുന്നിൽ പാടണോ, 2 ഓപ്ഷൻ വെച്ച സമയത്ത് ഏതെങ്കിലും ഒന്ന് പഠിക്കണം എന്ന് പറയാവുന്നതാണ് സാമ്പത്തിക അവസ്ഥ എന്ന്. പക്ഷെ അതേസമയം തന്നെ ഇപ്പം ഒരു പരിഹാസം ഭയന്നിട്ട് പാട്ട് നിർത്തിയ ആളുകളാണ് സിനിമയിൽ പാടുക. ഇപ്പൊ നമ്മൾ പറയില്ലേ, നമ്മൾ മറച്ചു വെച്ച അല്ലെങ്കിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് മേളിലൊരു ബോണസ് ആയിട്ട് സിനിമയിൽ പാട്ട് പാടുന്നു. കൂടുതൽ അച്ചീവ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. നമ്മൾക്ക് എന്തൊക്കെയായിരുന്നോ നമുക്ക് കുറവുകളായിട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയിരുന്നത് ഒരു കാലത്ത്, അത് ഇപ്പോഴത്തെ ഒരു നേട്ടമായിട്ട് വരുവാണല്ലോ. പാടാൻ കൂടി ഇപ്പൊ ഈ കൂടുതൽ കാര്യത്തിൽ പാടുക കൂടി ചെയ്തല്ലോ അതില്. അത് തിരിച്ചു വന്നത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു. കാരണം നേരത്തെ ഒരു പക്ഷെ ഞാനിപ്പോ എവിടെ പോയാലും എന്നോട് ഇപ്പൊ സ്റ്റേജിൽ പോയാലും എവിടെ പോയാലും സ്റ്റാർ തന്നെ ഇരിക്കുമെന്ന് ചോദിക്കും. ജയറാമേട്ടൻ പത്മശ്രീ ഒക്കെ വാങ്ങിയപ്പോഴും പ്രേം നസീറിനെ കാണിക്കാൻ ചോദിക്കില്ല. അത് ഭയങ്കര ഇഷ്ടമാണല്ലോ ജനങ്ങൾക്ക് ജയറാമേട്ടന്റെ പ്രേം നസീർ. അതേപോലെ എന്ന് വെച്ചാല് മിമിക്രി ആർട്ടിസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ ചോദിക്കും ഇത്. ഇപ്പൊ പക്ഷെ അത് മാറിയിട്ട് നേരെ പാട്ടാ ചോദിക്കുന്നത്. ഞാൻ ബേസിക്കലി നല്ലൊരു പാട്ടുകാരനല്ലെന്ന് എനിക്കറിയാം. ഇവിടത്തെ ടെക്നിക്കലും ഇപ്പൊ അങ്ങനെയുള്ള സപ്പോർട്ട് കൊണ്ടിട്ടാണ് ഒരു പാട്ടുകാരനാവുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ആ മാർഗംകളിയിലെ പാട്ട് നിനക്കായുള്ള പാട്ട് കയറി ഹിറ്റാവുകയും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്തോട്ട് അങ്ങനെ ഇപ്പൊ പാട്ടുകാരൻ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ എനിക്ക് സ്റ്റേജിൽ പോകുമ്പോൾ ഇപ്പൊ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം എനിക്കിപ്പോ ഇപ്പൊ പോകുന്ന പ്രൊമോഷൻസിനെല്ലാം ഞാനിപ്പോ ഇന്നലെ അടക്കം ഇത് ഇപ്പൊ ഞാൻ ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഞാൻ 2 കൂടി മിക്സ് ചെയ്തൊരു സാധനം ചെയ്തു, പാട്ടും മിമിക്രിയും കൂടി. അതെങ്ങനെയാന്ന് വെച്ചാല് കൺമണി ആൻഡ് ബോർഡ്. അപ്പൊ അത് ഞാൻ കമൽ സാറ് പറയണ പോലെ ആദ്യത്തെ കൺമണി അൻപോട് ആ സാധനം പറയുമ്പോ പെൺകൊച്ചി കൺമണി അൻപോട് കടിതമേ പൊന്മണി കൊണ്ടിട്ട് ആ സാധനം പറയും. അപ്പൊ ഇവിടെ പൊന്മണി അതങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ കണ്ടന്റുകൾ ഉണ്ടാക്കാനും. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ പോയിട്ട് നടുക്കിരുന്ന് പോയിട്ട് സുന്ദരിയേവ പാട്, മന്ദാരച്ചപ്പുണ്ട് പാടി, അങ്ങനെ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കണ്ടന്റുകളാണല്ലോ ഇപ്പൊ വേണ്ടത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പോകുന്നിടത്തെ ക്രൗഡിനെ ഒന്ന് അനക്കാൻ, അല്ലെ, അവർക്ക് ഇംപ്രസ് ചെയ്യാനുള്ള ഒരു സംഗതി, അതിന് പാട്ടാണ് ബെസ്റ്റ്. പക്ഷെ അത് സിനിമയിൽ കൂടി പാടാൻ പറ്റുന്നു പറയുന്നത് ഞാൻ പറഞ്ഞില്ല. ഇതിപ്പോ നമുക്ക് ഓരോ ബിപിൻ തന്നെ ചിന്തിക്കുന്ന പോലെ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്ക് ഓരോ സംഗതി നടന്നു വരികയാണല്ലോ. ഇപ്പൊ ഈ പഴയ കൂട്ടുകാർ, ഈ ഒന്നിച്ച് ക്രിക്കറ്റ് കളിച്ചിരുന്ന, ഒന്നിച്ച് പഠിച്ചിരുന്ന, ഒന്നിച്ച് സ്റ്റേജിൽ പെർഫോം ചെയ്ത ആ കൂട്ടുകാർ കൂടി ഈ പറഞ്ഞ ഓരോ സക്സസും സ്ക്രീനിൽ കണ്ടു വിളിക്കുന്നുണ്ടാവും. സ്ക്രീനിൽ ഇപ്പം ഈ പറഞ്ഞ തിരക്കഥ ബിപിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ടൈറ്റിൽ കണ്ടു വിളിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഈ സക്സസ് തന്നെ പിന്തുടരുന്ന പഴയ കൂട്ടുകാരുണ്ടാവില്ലേ? അതുണ്ടാവും. അവരൊക്കെ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടാവും. ഞാൻ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അത് മരണം വരെ ആ സൗഹൃദം നിലനിർത്തുന്ന ആളാണ്. ഇപ്പൊ കുറച്ചിട്ടുണ്ട് ഞാൻ. നേരത്തെ ഇത്തിരി എല്ലാവരും ഒരേപോലെ കാണുന്ന അപ്പൻ പഠിപ്പിച്ചെന്നൊരു പോയിന്റ് ആയിരുന്നു അത്. പക്ഷെ അത് അപ്പൻ എന്നോട് ഈ ലോകത്തില് ഇപ്പൊ നടക്കുന്ന ലോകത്തിൽ അത് വേണ്ടെന്ന് പഠിപ്പിച്ചില്ല. അപ്പൻ എന്നോട് പണ്ടു എപ്പോഴും പറയുന്ന കാര്യം, എടാ ഇങ്ങനെ വലിയവരില്ല, പണക്കാരില്ല, ചെറിയവരില്ല, ജാതിയില്ല, മതമില്ല, എല്ലാവരും ഒരേപോലെ നീ കാണണം, നിന്റെ മുമ്പിൽ വന്നവരെല്ലാവരും ഒരേപോലെ നീ ട്രീറ്റ് ചെയ്യണം എന്ന് പഠിപ്പിച്ച് അത് ചെറുപ്പത്തിൽ എന്റെ മനസ്സിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഉണ്ടാവുന്ന സൗഹൃദങ്ങളും, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഉണ്ടാവുന്ന ശത്രുക്കളും. കാരണം നമ്മളെല്ലാം തുറന്നു പറഞ്ഞോളെ. ഈ കൂട്ടുകാർ തന്നെ പോയിട്ട് നമ്മളോട് എന്തെങ്കിലും വഴക്ക് കിട്ടിയുമ്പോ പുറത്തു പോയിട്ട് അത് തന്നെ എന്റെ നേരെ അമ്പായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ വളരെ സൂക്ഷിച്ച് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ ഞാൻ പോകുന്നത്. ഈ നേരത്തെ പറഞ്ഞ ഈ റിലേറ്റബിൾ എന്ന് പറഞ്ഞോണ്ട് മാർഗംകളിയിലെ ഡയലോഗ് എന്ന് പറഞ്ഞ സംഗതി,
അതിപ്പോ നേരത്തെ ഈ നല്ലവനായ ഉണ്ണി പോലെ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി പിന്നീട് ഒരുപാട് പേര് ഏറ്റെടുത്താണ്. അപമാനിച്ച് കഴിഞ്ഞെങ്കിൽ പൊക്കോട്ടെ അല്ലേ. ഈ ഒരു സമയത്ത് ബിനുവിനെ അങ്ങനെ പ്ലേസ് ചെയ്യുന്നതിന്റെ ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ തന്നെ സ്ക്രാച്ച് ചെയ്തെടുക്കുന്ന ഡയലോഗായിട്ടാണല്ലോ വന്നത്. ആണ് അപമാനിച്ച് കഴിഞ്ഞെങ്കിൽ പൊക്കോട്ടെ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം എഴുതിയ ഡയലോഗാ. കാരണം അവൻ നമ്മുടെ കൂട്ടുകാരനായിട്ട് കുറെ ആളായി നടക്കുന്നു. അപ്പൊ അവൻ നല്ല ആർട്ടിസ്റ്റാണ്. അപ്പൊ അവന് വേണ്ടി ഒരു ക്യാരക്ടർ എഴുതിയപ്പോ ഇത് വെച്ചിട്ട് അവന് വർക്കൗട്ട് ആവണം. അന്ന് പിന്നെ ഈ ബോഡി ഷെയ്മിങ്ങിന്റെ ഇത്രയും വലിയ പ്രശ്നമാണെന്നുള്ളത് എനിക്ക് പോലും അറിയില്ലായിരുന്നു കേട്ടോ എഴുതുന്ന സമയത്തെ. ഇല്ലെങ്കിൽ അത്രയും നമ്മളത് എഴുതില്ലായിരുന്നു. അപ്പൊ നോർമലി ചിന്തിക്കുന്നത് ഞാൻ ഇത്രയും ബോഡി ഷെയ്മി ഏറ്റ ആളല്ലേ ഞാനപ്പോ അതിനെ കണ്ടത് രീതി എങ്ങനെയായിരുന്നു, ഫൈറ്റ് ചെയ്യാനായിരുന്നല്ലോ. അപ്പൊ എന്റെ ചിന്തയിൽ ഒരിക്കലും നമ്മൾക്ക് ഇത് ലോകത്തിൽ നിന്ന് ഇത് നമ്മൾ ഫൈറ്റ് ചെയ്യാനാണ് പഠിപ്പിക്കേണ്ടതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പിള്ളേരൊക്കെ പോയിട്ട് ആത്മഹത്യ ചെയ്യണം. ഇവരെ ഇത് ഫൈറ്റ് ചെയ്യാനുള്ള പഠിപ്പിക്കേണ്ടത്. ഈ ലോകത്ത് നിന്ന് പാടെ നീക്കാൻ ഇപ്പൊ 99% നീങ്ങിയാലും ഏതെങ്കിലും ഒരുത്തം പറഞ്ഞെടുത്ത് അവൻ വേദനിച്ച് ചാവൂലേ. അപ്പൊ നീ പോടാ എന്ന് തിരിച്ചു പറയാൻ പഠിപ്പിക്കുകയാണ് വേണ്ടതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മുടെ സിനിമകളിൽ ഇനി അത് മനഃപൂർവ്വം അങ്ങനെ ഉണ്ടാവൂല. ബോഡി ഷെയ്മിങ്ങിന്റെയോ കാര്യങ്ങളെ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടത്. അന്നെന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടുകാരനെങ്കിലും രക്ഷപ്പെടുത്തണം. അവനൊരു അടുത്തൊരാള് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളോടി വരണം, അതേ ഉള്ളൂ. അപ്പൊ അപമാനിച്ച് പൊക്കോട്ടെ എഴുതി. അത് എവിടെ പോയത് ഭയങ്കര ഹിറ്റായി. ആളുകളുടെ പേഴ്സണൽ ഇതിലേക്ക് വന്നു അല്ലേ, എല്ലാവരും യൂസ് ചെയ്യുന്ന. അതൊരു ഭാഗ്യല്ലേ. നിത്യജീവിതത്തിലേക്ക് ഡയലോഗുകൾ കയറി വരിക എന്ന് പറഞ്ഞാല് സിദ്ദിഖ് ലാൽ സാർമാരുടെ ഒക്കെ നമ്മൾ ഉപയോഗിക്കല്ലേ. സലീമേട്ടന്റെ എല്ലാത്തിനും അതിന്റെ സമയം, സലീമേട്ടന്റെ എല്ലാം കയറി വരുന്നുണ്ടല്ലോ. അപ്പൊ അത് വലിയ കാര്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ആ മാർഗംകളിയും അതെ എന്റെ സ്പെഷ്യൽ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഈ സംവിധാനം എന്നുള്ളത് ഇനി ടൈറ്റിലേക്ക് എന്തായാലും നിങ്ങൾക്ക് ട്രോമ തന്നൊരു സംഗതിയാണ്. എന്നാൽ പോലും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പ്രൂവൺ ചെയ്യാൻ പറ്റിയ സാധനമാണ്. ആ സിനിമയ്ക്ക് ഒരു ഇഷ്ടക്കാരുണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലി നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്തുള്ള സിനിമയാണ്. എങ്ങനെയാണ് അടുത്ത സംവിധാനം എന്നുള്ളത് ആലോചിക്കുന്നത്? സംവിധാനം എന്നുള്ളത് ബേസിക്കലി എന്റെ പോലെ മനസ്സിന് ഇത്രയും കട്ടിയില്ലാത്ത ഒരാൾക്ക് വലിയ പ്രശ്നം തന്നെയാണ് ആ സിനിമ. അതിന്റെ ഭാരമില്ല കേട്ടോ, സംവിധാനത്തിന്റെ ഭാരം എനിക്ക് ഇനി ആലോചിക്കുമ്പോഴേ പേടിയാവും. എടുക്കാനായിട്ട് ടെൻഷൻ ഉണ്ട് എനിക്ക്. വിഷ്ണുവിന് അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവരോട് ആക്ടിങ് ഇങ്ങനെ തുടർന്ന സമയത്ത് അതിന്റെ ഇടവേളയിൽ ആലോചിച്ചാലും മതിയല്ലോ. മതി. ഇപ്പൊ ഞങ്ങളിപ്പോ പുതിയ സിനിമ ഈ പറഞ്ഞ പോലെ വലിയ സങ്കടം എന്ന് പറഞ്ഞാല് ഷാഫി സാറിന് വേണ്ടിയിട്ടായിരുന്നു. ലാലേട്ടനോട് പറഞ്ഞതും ഷാഫി സാറിന് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ പുതിയത് ഞങ്ങള് ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് എഴുതിയിട്ടില്ല, ഒരു വലിയ ആക്ടറെ തന്നെ നോക്കുന്നത്. അപ്പൊ അതും ഷാഫി സാറിനോടായിരുന്നു. സാറിങ്ങനെ ചതിച്ചു കളഞ്ഞില്ലേ. അതൊരു വലിയൊരു ഷോക്കാണ്. ഞാൻ കുറെ നാൾക്ക് ശേഷം ആ സംഭവത്തിന് ശേഷം പിന്നെ എനിക്ക് ഞാനിങ്ങനെ ഡിഫെൻഡ് ചെയ്ത് ഹാപ്പിയായി പോയിട്ട് പിന്നെ നമ്മളൊന്ന് തളർത്തിയത് പുള്ളിയുടെ എന്തായാലും പുതിയ സിനിമ സംവിധാനത്തിൽ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ചെറിയ കാലം കൊണ്ട് എണ്ണം പറഞ്ഞ സക്സസുകളിലേക്കാണ് പോയേക്കുന്നത്. അപ്പോൾ ബിബിന്റെ അതിഗംഭീര വിജയമായിട്ട് ഇനി അഭിനയിച്ച സിനിമകളും എഴുതിയ സിനിമകളും സംവിധാനം ചെയ്ത സിനിമകളും വരട്ടെ. താങ്ക് യു. എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷം.